ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்க்க போகிற படம் என்னென்னு பார்த்தீங்கன்னா, நீங்கள் ஆல்ரெடி தமிழில் பார்த்துருப்பீங்க. எஸ், ப்ரோ டேடி. இந்த படம் வந்து நம்ம ஆல்ரெடி லூசிஃபர் படம் பார்க்கும்போது ப்ரோ இந்த படமும் பாருங்கள் சொன்னாங்க. ஏன்னா வந்து ஏகப்பட்ட கமெண்ட்ஸ். ஏன்னா அந்த படத்தோட ஆக்டர் இந்த படத்தோட ஆக்டர் ரெண்டுமே ஒரே ஆள் தான். அண்ட் இது வந்து ஒரு காமெடி ட்ராமா ஆன்லைன் பார்த்தீங்கன்னா. ஸோ இந்த படம் யார் டைரக்ட் பண்ணியிருக்காரு அப்படின்னு பார்த்தீங்கன்னா, பிருத்திவிராஜ் சுகுமாரன். அவரே நடித்து அவரே டைரக்ட் பண்ணியிருக்காரு. இந்த படம் ரிட்டன் பை ஸ்ரீஜித் என் அண்ட் பிபின் அல்லிக்கல். ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா, ஸ்டார்டிங் வித் ஒன் ஒன்லி லாலேட்டன் மோகன்லால், அப்புறம் வந்து பிருத்திவிராஜ் சுகுமாரன், லாலு, அலெக்ஸ், மீனா இருக்காங்க, கல்யாணி பிரியதர்ஷன், கனிஹா, ஜெகதீஷ், தலைவர் சாஹிப் தலைவர் இருக்காரு, உன்னி முகுந்தன், அந்த ஐயப்பன் படம் அது. அப்புறம் மல்லிகா சுகுமாரன், பெருசா போதுரா, சார்லி இருக்காரு. போதும்னு நினைக்கிறேன், பிகாஸ் அனுமார் வால் மாதிரி போகுது. நிறைய பேர் இருக்காங்க. இது வந்து அந்த லூசிஃபர் படம் மாதிரி தான். இதுலையும் ஏகப்பட்ட கேஸ்டிங், ஏகப்பட்ட பெரிய பிக் ஷாட்ஸ்லாம் இருக்காங்க. ஸோ இந்த படத்தோட ஒன்லைன் ஒரு ஜானர் ஆல்ரெடி சொன்னாலே இது வந்து காமெடி. அந்த படத்தோட காஸ்டிங் ஜானர் எல்லாமே. ஸோ இதுக்கப்புறம் நம்ம ப்ரோ டேடி ரியாக்ஷன் போகலாம். அவரே பாடியிருக்காரா? தெரியுது, மல்டி டேலண்ட். மீனா தானே அது? ബിൽഡിംഗ് ഡെമോളിഷൻ. ഇനി ഒരു സൈറൻ കൂടിയാണുള്ളത് ഈ ഫ്ളാറ്റിൽ. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ 1312 സുഷിരങ്ങളാണുള്ളത്. ആ സുഷിരങ്ങളിലെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ഫോടനം നടന്നെങ്കിലും കെട്ടിടം വീണിട്ടില്ല. ഇനി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതിന് എഞ്ചിനീയർമാരടക്കമുള്ളവർ വരേണ്ടതുണ്ട്. കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇപ്പോഴൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ബിൽഡർ ഗുണമേന്മയുള്ള TMT സ്റ്റീൽ ബാസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ സംഭവിക്കാത്തത്. ഇതാണ് ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിന്റെ പ്രാഥമിക നിഗമനം. അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? സംസ്ഥാന സർക്കാരിനെയോ അതോ പോലീസിനെയോ അതുമല്ലെങ്കിൽ ഫയർഫോഴ്സിനെയോ അതുമല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തെയോ? ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? ആരെ വേണമെങ്കിലും കുറ്റം പറയാം, പക്ഷേ ഈ ഫ്ളാറ്റ് പണിത എഞ്ചിനീയേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്നത് ISI 550D ഗുണമേന്മ മുദ്രയുള്ള കരുത്തുറ്റ TMT സ്റ്റീൽ ബാസ് ആണ്. ഇത് കാറ്റത്താടില്ല. വെരി സ്ട്രോങ്. അച്ചോ, നമ്മുടെ പുതിയ പരസ്യം എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് ഒക്കെ എന്റെ തന്നെ. പിന്നെ നമ്മുടെ കുര്യനില്ലേ? ഏത് കുര്യൻ? മാളിയേക്കലെ കുര്യൻ. ഓ, മനസ്സിലായി. അവന്റെ പരസ്യ കമ്പനിയാ ഇത് ഷൂട്ട് ചെയ്തത്. എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ. എന്റെ ഈശോയെ, എന്നെ കോലമായത്. ഒരുമാതിരി മുടിയും നീട്ടി വളർത്തി ഊശാൻ താടിയും വെച്ച് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. വെറുതെ ഓരോരോ വേഷം. വീട്ടുകാരും വേണ്ട, നാട്ടുകാരും വേണ്ടെന്നാ. ഈശോയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നല്ലാണ്ട്. ഈശോയാണ് നമ്മുടെ ഒരേ ഒരു ഒന്നേ ഉള്ളെങ്കിൽ ഓലക്കയ്ക്ക് തല്ലണോന്നാ. ചുമ്മാ ബാംഗ്ലൂർ സ്റ്റൈലൊന്നും പറഞ്ഞിട്ട്. ഇന്ന് തന്നെ നമ്മുടെ സാമുവൽ ഡോക്ടറുടെ മോളുടെ കല്യാണോ? ആ കടുക്കന് വിട്ട് പെയിന്റിൽ മുക്കിയ കുപ്പായുമായിട്ട് ഇറങ്ങിക്കോളും. ഉറപ്പാ. ഓ, എനിക്കൊരു കാപ്പി വരൂ. നല്ല പദ വേണേ. ഹായ് ഫാദർ. ഈശോ ജോൺ കാറ്റാടി. അച്ഛനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ പള്ളിയുടെ ഭാഗത്ത് വന്നിട്ട് വേണ്ടേ? എന്റെ മോനാ. എന്നാ കോലാടി ഇത്? കല്യാണത്തിന്റെ പരിപാടിയാ. പോയി മര്യാദയ്ക്ക് വല്ല സാരി എടുത്തോണ്ട് വന്നേ. അതിനെന്താ കുഴപ്പം? അവളുടെ അടുത്ത് പറഞ്ഞതാ, അതവള് കേൾക്കത്തില്ലല്ലോ. എടി, നല്ല സാരിയൊക്കെ ഉടുത്ത് കണ്ടാലേ നല്ല തറവാട്ടി പറഞ്ഞ ചെക്കന്മാരുടെ ആലോചന വരത്തുള്ളൂ. ഈ ഡ്രസ് ഇട്ട് കണ്ടിട്ട് വരുന്ന തറവാട്ടുകാരും മതി. നീ പറയണം, കേട്ടാ മതി. എന്റെ അപ്പ, ഇത് ഡൂക്ലി സാധനമൊന്നും അല്ല. സാറയുടെ ടോപ്പും ടോമിയുടെ ജീൻസുവാ. നിനക്കില്ലാഞ്ഞാണോ കണ്ടവർ ഡ്രസ് ഇട്ടോണ്ട് വന്നിരിക്കണേ?
ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പന് നല്ല ജോലിക്കാരെ വേണമെങ്കിൽ നല്ല കാശ് കൊടുത്ത് പണിക്ക് അളവയ്ക്കണം. അല്ലാണ്ട് എന്നെ ഏതെങ്കിലും കൊന്തന്റെ തലയെ കെട്ടിവെച്ച് അവനെ കൊണ്ട് ഓസിന് പണിയെടുപ്പിക്കാന്ന് വിചാരിക്കണം. കേട്ടല്ലോ? അല്ല, അവന്റെ പരസ്യത്തിന് എന്നായിരുന്നു കുഴപ്പം? എന്നെ ഊള പരസ്യോ ജോണത്? ഇതെങ്ങാണ് ഇവിടെ തിയേറ്ററിൽ കാണിച്ചോണ്ടല്ലോ. ഞാൻ ഈ നാട്ടിലേക്കുള്ള വരവ് ഞാൻ ബാംഗ്ലൂർ വരെ കൂലിപ്പണിയും ചോദിച്ചോളാം. നമുക്കിങ്ങനെ ചില പരിപാടികളുണ്ടെന്നും വേറെ ചില ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ കൂടെയാണ്. അല്ലാതെ ഈ പരസ്യം കണ്ടുകൊണ്ട് ആരും ഓടി വന്ന് നമ്മുടെ കമ്പിയൊന്നും മേടിക്കാൻ പോകുന്നില്ല. നീ പരസ്യക്കാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാനായിട്ട് ബ്രഷ് എടുത്ത് പേസ്റ്റ് തേക്കുമ്പോ എന്താ ഓർമ്മ തന്നെ? പേസ്റ്റിന്റെ പരസ്യം. എന്നിട്ട് നേരെ കുളിമുറിയിലേക്ക് കയറുന്നു. തല തേക്കാനുള്ള എണ്ണ, സോപ്പ്, ഷാമ്പു. தெரியல. എന്നാലും നീ അങ്ങ് വലിയ കൊച്ചായി പോയല്ലോടി. സാരിയൊക്കെ ഉടുത്ത് കാണാൻ എല്ലാം ഭംഗിയാ. നമുക്ക് ഇവിടെ പിടിച്ച് കെട്ടിക്കണ്ടായോ എൽസി? ആ, അതിനത് ഇവക്കൂടെ തോന്നണ്ടേ? ഇവക്ക് അങ്ങനെ ഒരു വിചാരവേ ഇല്ല. നിങ്ങൾക്ക് ഇത് തന്നെയുള്ളോ സംസാരിക്കാൻ? നിന്റെ അടുത്ത കല്യാണക്കാര്യം പറഞ്ഞോ? അന്നേ ഓ, என்னடா അല്ല, ഞാന് മോളെ വിളിച്ചത്. ഞാൻ മോളെ, നീ പോയി എനിക്കൊരു ഐസ്ക്രീം എടുത്തോണ്ട് വന്നേ. ഞാൻ എന്നാ പറയണേന്ന് വെച്ച് കഴിഞ്ഞാ, എന്റെ കമ്പനിയിൽ എപ്പോഴും ഒരു കസേര നിനക്ക് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എടാ ജോണേ, നോക്കിയേ, ക്രിയേറ്റീവ് ഡയറക്ടറുടെ കസേര. അത് നിന്റെ മോനുള്ളതാണ്. ഓ എന്റെ പൊന്നങ്ങളെ, ഞങ്ങൾ അവിടെ ഈ ടെക്നോളജി, ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ ചെയ്ത് പരിചയിച്ചവരാ. ഈ ചരമക്കോളം, കക്കൂസ് കഴുകുന്ന ലോഷൻ, ഇതൊക്കെ എങ്ങനെയാന്ന് ശീലമില്ല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ? എന്നാ ഞാനും ഇച്ചിരി ഐസ്ക്രീം എടുത്ത് വെച്ച് വരാം. ഓ, വേണ്ടെങ്കിൽ വേണ്ടാവേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ തിരിച്ചു പോന്ന്? ഇന്ന് രാത്രി തന്നെ പോവും. ആ, അവിടെ ഇൻഫോസിസിലല്ലേ? അല്ല, ഞാനിപ്പോ ITC മാറി. ആ, കോറമംഗല, ഇലക്ട്രോണിക് സിറ്റി. ആ, கல்யாணம் பண்ணி வச்சிடலாம் நீ. പിന്നെ ആ സമയത്ത് തന്നെ നമ്പർ ഇല്ലായിരുന്നു. അത് ശരി. നിങ്ങൾ രണ്ടാളും ഇത്രയും കാലം ബാംഗ്ലൂർ ഉണ്ടായിട്ടെ നിങ്ങളുടെ നമ്പർ ഇല്ലേ? ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ടി വന്നാൽ അങ്ങനെ നീ ഒക്കെ നമ്പർ കൊടുത്തേ. ഞാൻ കൊടുക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്പർ കൊടുത്തു. 95393322. നിർത്തി നിർത്തി പറഞ്ഞു കൊടുത്തു. ஓ 953 ஆல்ரெடி உங்களுக்குள்ள எல்லாம் இருக்குன்னு நினைக்கிறேன். 22 പിന്നെ ഒരു 22. ഞാൻ നമ്മുടെ അന്നയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അവളങ്ങ് പെട്ടെന്ന് കയറി വളർന്ന് സുന്ദരി കുട്ടിയായി പോയി. സാരിയൊക്കെ ഉടുത്ത് കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. நல்லா தெரியுது. ഇച്ചായ, ഓ, നമുക്ക് അവളെ ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ബെസ്റ്റ്, അത് ബെസ്റ്റ്. എടാ, അവളുടെ അപ്പം കുര്യൻ ഇവളെ പ്രീ ഡിഗ്രിക്കും ചേർത്ത് 5 വർഷം പുറകെ നടന്ന് പ്രേമിച്ചതാ. എന്നിട്ട് ഇവൾ അവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാഞ്ഞതും പോരാഞ്ഞിട്ട് അവന്റെ അപ്പനെയും കൂട്ടി അവൻ പെണ്ണി ചോദിക്കാൻ ഇവളുടെ വീട്ടിൽ ചെന്നപ്പം നിന്റെ അപ്പൻ എന്നാടി പറഞ്ഞേ? പുത്തൻ പണക്കാരനെന്ന്. അതിന്റെ ചൊരുക്ക് അവന്റെ മനസ്സിൽ ഇപ്പോഴും കാണും. പോയിച്ചായ, അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ? അതൊക്കെ ഇപ്പൊ ആരാ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? മനസ്സിൽ വെക്കാഞ്ഞിട്ടാണോ അവന് കൊച്ചുണ്ടായപ്പോ നിന്റെ പേര് തന്നെ ഇട്ടത്? പേരിന് എന്നാടോ കുഴപ്പം? ഇത് തന്നെ കുഴപ്പം. അന്നേന്ന് വിളിച്ച അവള് നോക്കും, അമ്മയെ നോക്കും. ഫുൾ കൺഫ്യൂഷൻ. ഒന്നുമല്ലേലും അവൻ ആ സാരിയുടെ പരസ്യം എത്ര ഭംഗിയായിട്ടാ ചെയ്തത്. ഇതങ്ങനെയാണോ? അവൻ എന്നെ ചൊറിചുറുക്കാം. പിന്നെ ആ പേരും ഈശോ. പിന്നെ പേര് ഈശോ, സ്വഭാവം യൂദാസിന്റെയും. ആ ഓഫീസിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവൻ എന്നാ പറഞ്ഞേ? കക്കൂസ് കഴിയുന്ന കമ്പനിയാണ്. മഴ പെയ്തു, അതാണേ. ഓക്കെ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ എന്നാ. ഓക്കെ. ആ ജെയിംസ് കുട്ടി, നീ ഇതെവിടെ പോണു? ഞാൻ ബാംഗ്ലൂരിലോട്ട്. എനിക്കിപ്പോ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയല്ലോ. 2-3 ആഴ്ച കൂടുമ്പോ വരും. അന്നമോളെ കൊണ്ടുവിടാൻ വന്നതല്ലേ? അതെ. ഞാൻ എന്നാ കയറിക്കോട്ടെ. എന്നാ അങ്ങനെ ആട്ടെ. ಕರ್ನಾಟಕ ನೀವು ಕೇಳ್ತಾ பெங்களூர் நல்லா காட்டாங்கடா. ரெட் ஃபில்டர் போடுறேன். பெங்களூர்ல இவரு இருக்காரு. அம்மா நினைச்சினே விடிய காலம் பிரியே வந்துட்டாரு.
என்ன ஒரு நடிப்பு. ഇന്ന് ചൊവ്വാഴ്ച, അതുകൊണ്ട് ഇന്ന് നിന്റെ ദിവസം. കോഫി. வீட்டை சொன்னாலே கல்யாணம் பண்ணி வச்சிருவாங்க. என்ன பிளான்ல இருக்காங்கன்னு தெரியல. அவங்க அப்பா போடுற കാപ്പി തൂൾ പാലിൽ പോടും മാട്ടാ. നല്ല കാപ്പി. നീ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഏയ് അത് ബെറ്റർ ആയൊന്നുമല്ല. 2 ദിവസം വീട്ടിൽ പോയി നിന്റെ മമ്മിയുടെ ഊള കാപ്പി കുടിച്ചോണ്ട് തോന്നാ. ഇനി നീ എന്റെ വീട്ടുകാരെ നെഞ്ചത്തോട്ട് കയറിക്കോ. ഓ അതല്ലെങ്കിൽ അഭിനയം നിന്റെ തന്നെ നല്ലത്. എന്തൊരു സോപ്പിടിയിലായിരുന്നു. നിനക്ക് എന്താ എന്റെ അപ്പനോട് ഇത്ര ചൊറിച്ചില്? നിന്റെ അപ്പൻ എന്തിനാണ് കാണുമ്പോ എന്നെ അങ്ങേരുടെ ഊള കമ്പനിയിലോട്ട് വിളിക്കുന്നത്? നിനക്ക് എന്താണ് എന്റെ അമ്മ എടുത്ത കാപ്പി ഊള കാപ്പി, എന്റെ അപ്പന്റെ കമ്പനി ഊള കമ്പനി? പിന്നെ നിനക്ക് അവിടെ ബോള കിട്ടാൻ വേണല്ലേ? അല്ല, കെട്ടണം എന്നെനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നിന്റെ കൂടെ ലൈഫ് ടൈം ജീവിക്കുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. ഓഹോ ആണല്ലേ. സെയിം മോർണിംഗ് വെങ്കയ്യ. குட் மார்னிங் சார். ஹாய் சார், குட் மார்னிங். எப்படி இருக்கீங்க? நல்லா இருக்கேம்மா. மேடு வரும்போது இந்த டீ கொடுத்துறீங்களா? எல்லாம் டஸ்டா இருக்கு. சரி. அம்மா 2-3 நாளா ஊருக்கு போயிருந்தீங்களே, நல்லா என்ஜாய் பண்ணீங்களா? செம்ம இருந்தது சார். ஓகே சரி. സുന്ദരി ഇറങ്ങിയാട്ട സ്ഥലം എത്തി. ഓ സ്ഥലം എത്തിയോ? സോറി, കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് കണ്ടില്ല. ഓഫറും വാങ്ങിയതാ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഫുൾ ഫേസ് കവർ ചെയ്യുന്ന പോലത്തെ ഒരു ഹെൽമെറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു. അയ്യോ ചളി. വൈകിട്ട് സതീഷിന്റെ ഫേവൽ പാർട്ടിയാ. ഓഫീസിലേക്ക് വന്ന ഓസിന് 2 അടിച്ചിട്ട് വീട്ടിൽ ഓ പോകും. ഞാനല്ല, നിങ്ങൾ ഈ ആഡ് ഏജൻസി ബുജി ടീംസേ കട്ട ബോർ കമ്പനി. ഞാൻ ക്യാബ് വിളിച്ചോളാം. യു ഹാവ് ഫൺ. ഓക്കേ. இப்பதான் சூடு பிடிக்குது. இவங்க 2 பேர் எங்க ஸ்டே பண்றாங்கன்னு கூட ஃபேமிலிஸ் பெங்களூர்ல ஒர்க் பண்றாங்க. மேடம் சார் மாட்டீங்க. ഈശോ ദേ പെട്ടെന്ന് റെഡി ആവ്. 8:30 കഴിഞ്ഞു. ഞാൻ ആകെ ലേറ്റ് ആവും. ഞാൻ തന്നെ വെയിറ്റ് ചെയ്യണോ അതോ ക്യാബ് ബുക്ക് ചെയ്യണോ? ഇന്നലെ എന്ത് കുന്താണ് വലിച്ചു കയറ്റിയത്? സൂസൻ എന്തോന്ന്? സോറി അന സമയത്തായി. നിന്റെ സമയാവാറായി. എന്നെ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ കാപ്പി ആസ് യൂഷ്വൽ നല്ല ഊള കാപ്പി ആയിട്ടുണ്ട്. അത്ര നിർബന്ധമാണെങ്കിൽ കുടിക്കണ്ട. അല്ലെങ്കിൽ നിന്റെ അമ്മയെ പോലെ കാപ്പി ഉണ്ടാക്കാൻ വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തും. അതൊരു നല്ല ഐഡിയ ആണല്ലോ. നമുക്ക് ആരെ കൊണ്ട് നിർത്താം? ഒരാളുണ്ട്. സതീഷിന്റെ പോർഷനിൽ ഇന്നലെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു ഇടിവെട്ട് തിരുവല്ലക്കാരി അച്ചായത്തി, സൂസൻ മാത്യൂസ്. എടി സീരിയസ് ആയിട്ട് പറയുക, എന്നാ പേഴ്സണാലിറ്റി, എന്നാ ഹ്യൂമർ സെൻസ്, സൂപ്പർ ബ്രീഡിംഗ് ഹാബിറ്റ്സ്. ഞാനും അവളാണെ ഒടുക്കത്തെ സിംഗ്. ഓർഹൻ പാമുക്കിന്റെ ഒക്കെ കട്ട ഫാൻ. കണ്ടോ, നിനക്കത് ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല. വെസ്റ്റ് ആരോട് പറയാൻ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, നീ അവളുടെ കൂടെ പോയി അങ്ങ് പുറത്തോ. അല്ല, അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേ? എന്റെ ഫോൺ കണ്ടോ? ഇന്നലെ അവളുടെ കൂടെ കുറെ ഇടിവെട്ട് സെൽഫി എടുത്ത് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറന്നുപോയി. ഇത് അവിടെ കൊണ്ട് என்ன பண்றாரோ? பாஸ்வேர்ட் ഫൗൾ. അത് ഫൗൾ. എന്റെ ഫോൺ ഞാൻ അറിയാതെ എടുത്ത്. ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. എങ്കിൽ പോട്ടെ, ഒരു 20 minutes ഇറങ്ങാം. വേണ്ട, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തോളാം. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാന്ന്. എന്നെ കഷ്ടപ്പെട്ട് ആരും ഡ്രോപ്പ് ചെയ്യണ്ട. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. എന്റെ ഫോൺ നീ നോക്കി എനിക്കെന്താ കുഴപ്പം? ഇനി അവക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. വർത്തമാനം പറയാൻ കൊള്ളാന്ന് പുതിയൊരു കളി, അത്രേ ഉള്ളൂ. നീ എന്ത് വേണേലും ചെയ്യും. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഞാൻ ആരും നിന്റെ ഭാര്യ. ആഹാ, അപ്പൊ അന്നമ്മയ്ക്ക് പൊസസീവ്നെസ് ഒക്കെ ഉണ്ട് അല്ലേ? ചോര.
ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ഒരു ആൻറ്റി അറ്റൻഡ് பண்ணிக்கிறேன். How are you feeling now? I'm okay, doctor. What is this, young man? A few drops of blood and you faint? Are you okay otherwise? Yeah, doctor, I'm fine. Your eyes look pale. Periods are regular, right? Yeah, periods are... Nice. Oh, pregnant. Oh. Congratulations. Thank you. എന്തിന്? 8 weeks, 2 months. ഡോക്ടർ സമയം കണ്ടുപിടിച്ചായിരുന്നേ. It was an accident. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. മിക്കവരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാറ്. മുകളിലുള്ള ആൾ തീരുമാനിച്ചെന്ന് വിചാരിച്ചാൽ മതി. അല്ല, ഞങ്ങൾ ആക്ച്വലി ഡോക്ടർ ഞങ്ങൾ അത്ര പ്രിപ്പയർഡ് അല്ല. ഇനിയാണല്ലോ പ്രിപ്പയർഡ് ആവേണ്ടത്. ഒരമ്മയുടെ വയറ്റിൽ കുഞ്ഞിന് വളരാനുള്ള ടൈം മാത്രമല്ല, ഒരച്ഛനും അമ്മയ്ക്കും പ്രിപ്പയർഡ് ആവാനുള്ള ടൈം കൂടിയാണ് ഈ 10 മാസം. ഇത് അവോയ്ഡ് ചെയ്യാനുള്ള എന്തെങ്കിലും கல்யாணம் பண்ணிட்டு இவங்க வீட்டை பார்த்து எல்லாம் ஓகே பண்ணி 3 மாதம் டைமு, அது ஒரு 5 மாதம் ஆகிடும். நான் அவங்க அடுத்த வாரமே கல்யாணம் பண்ணி வைக்கிற அளவுக்கு இருக்கிறாங்க. ഓ ഇതാ കോൺഫ്ലിക്റ്റാ? സി, നിങ്ങൾ 2 പേരും അഡൽട്സ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ഇവിടെ വരുന്ന 10-ൽ 8 പേരും എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു വരുന്നവരാണ്. ചിന്തിക്കൂ, ടേക്ക് യുവർ ടൈം, മേക്ക് എ വൈസ് ഡിസിഷൻ. എന്നാൽ ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. നീ പ്രിപ്പയർഡ് ആണോ? ഈശോ ആരും പ്രിപ്പയർഡ് അല്ല. എന്ന് വെച്ച് ഇങ്ങനെയാണോ? പിന്നെ വേറെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിനക്ക് പറ്റുമോ നിന്റെ ഫാമിലിയോട് പറയാൻ നീ പ്രഗ്നന്റ് ആണെന്ന്? നമ്മളൊരു ഇതൊരു ജീവനം. AAA protection, dotted, red, other patterns of your choice. All these are the competitive advantages of this product. But how do we take the campaign away from this? How do we make it more personal, more emotional? Hello, Isho, Menon, Susan, come on, Malu gang, or idea പറ. ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾക്ക് തടയിട്ടേക്കാം. You know, something on those lines. What's up with him, man? അത് ശരി, ഇതിപ്പോ എന്റെ മാത്രം പ്രശ്നമായി. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടല്ല അതൊക്കെ സംഭവിച്ചത് എന്നാണോ ഞാൻ ഉദ്ദേശിച്ചത്? അതാണോ ഞാൻ പറഞ്ഞു? നീ എവിടെ ഉണ്ട്? ഞാൻ ഓഫീസില്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുക. എന്താ? അത് കഴിഞ്ഞ് ബസ് ട്രെയിനോ വല്ലതും കാണുമല്ലോ, കേറിക്കോ. നാളെ രാവിലെ നീ ഇവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ വിളിച്ചേ. ഇങ്ങോട്ടൊന്നും പറയണ്ട, നാളെ രാവിലെ നീ ഇവിടെ ഉണ്ടാവണം. നീ വീട്ടിലെന്തെങ്കിലും പറഞ്ഞോ? ആരുടെ വീട്ടില്? എന്റെ വീട്ടില്. ഞാൻ അത്ര ചീപ്പൊന്നും അല്ല. വേറെ ആരോടെങ്കിലും എന്തെങ്കിലും അതല്ല, നിന്റെ കൂട്ടുകാരികളുടെ അടുത്തോ മറ്റോ എന്തെങ്കിലും പറഞ്ഞോ? ഓ, പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യമാണല്ലോ. എന്താണ് പതിവില്ലാതെ ജോൺ നേരിട്ട് சார்லிக்கு எல்லாம் தெரியுமோ? சார்லி இவரும் ஃப்ரெண்ட்ஸாக இருப்பாங்க. சார்லி வந்து இவரோட பார்த்துக்கிறாங்க பொழுது இல்லை എന്നാണ് എന്നാ പറ്റി? പറയാം. இதுதான் ப்ரோ டேடியா? பேர் சொல்லிதான் പറയാം. ஃப்ரெண்ட்ஸ் மாதிரி. അന്നമ്മേ എന്നാ പറ്റി? ജോൺ കട്ട മസിൽ പിടുത്തമാണല്ലോ. നീ ഇരിക്ക, ഞാൻ കാപ്പി എടുക്കാം. എന്നാ പറ്റിയെന്ന് പറ. നാട്ടിക്കുന്നതാ? ഈശോ, നിനക്ക് എത്ര വയസ്സായെന്നാണ് എന്റെ വിചാരം? അതെന്നാ ജോണേ അങ്ങനെ ചോദിച്ച? എനിക്ക് നിന്റെ പ്രായമായപ്പോ നീ 10-ൽ 1 വട്ടം തോറ്റിട്ടിരിക്കുക. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് വകതിരിവോടെ കേൾക്കാൻ മാത്രമുള്ള പക്വതയും പ്രായമൊക്കെ നിനക്കായെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, നിന്റെ അമ്മ പ്രഗ്നന്റ് ആണ്. എന്തോന്ന്?
ഇന്നലെ അവൾക്ക് ചെറിയ തളർച്ചയും ക്ഷീണമൊക്കെ വന്നിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയതാ. അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ നമ്മുടെ ശാമുവല പറഞ്ഞേ ഷീസ് പ്രഗ്നന്റ്. ശരിயான ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ. ജോണെ, ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ മുഖം ഒന്ന് ഓർത്തൂടായിരുന്നു. ഇടാവേ, നിന്റെ മുഖം ഓർത്തിട്ടാണോ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ? ഈ സമൂഹത്തിൽ എനിക്കുള്ള വില അതിനെ കുറിച്ച് ചിന്തിച്ചോ? അതിന് സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? അപ്പൻ എന്താലോചിച്ചിട്ടാ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചു? എടാ, സ്വന്തം അപ്പനോട് ചോദിക്കാൻ കൊള്ളാം. ഇന്ന് 11 മണിക്ക് ഡോക്ടറെ കാണണം, നീയും കൂടെ ഉണ്ടാവണം. ഇതിനാണോ കാറ്റാടി ഇത്ര ധൃതി പിടിച്ച് എന്നോട് ഇപ്പൊ ഇങ്ങോട്ട് വരാം? മോങ്ങനിരുന്ന പട്ടിയുടെ തേങ്ങ വീണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ 2 മാസമായി. ഹാർട്ട് ബീറ്റ് കാണാം. എവറിത്തിങ് ലുക്സ് നോർമൽ. ഐ മീൻ, പ്രായത്തിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. There is a risk factor. എങ്കിൽ വേണ്ട. ഈ റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട. ഇല്ല, അതല്ല. അല്ല, ആവശ്യമില്ലാത്ത ഒരു റിസ്ക്കും നമുക്ക് വേണ്ട. അതിപ്പോ റോഡിൽ ഇറങ്ങിയാലും റിസ്ക് ഇല്ല ഈശോ. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. അല്ല, എന്നാലും കോംപ്ലിക്കേഷൻ തന്നെയാണല്ലോ അങ്കിൾ, അതും ഈ പ്രായത്തിൽ. അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട എന്നാണ് എന്റെ ഒരു. നീ ഒന്നിങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് ഡോക്ടർ. ഇതൊരു ജീവനാ. ഇതുപോലെ നീയും കിടന്നതാ ഈ വയറ്റിൽ 10 മാസം. എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നിന്നെ പോലെ തന്നെയാ എനിക്കിതും. ஓ அதான்டா ப்ரோ டேடி. இவரு தானா ப்ரோ டேடி? ஒரு சைடு பிரதர், இன்னொரு சைடு டேடில. ஏன்னா செம இதுடா இது. இந்த லைன் செமையா இருக்குல்ல. ഹലോ. ഹലോ, ഇവിടെ വീട്ടിലൊരു ചെറിയ കൺഫ്യൂഷനായിട്ടാ ജോൺ വിളിപ്പിച്ചത്. കാര്യങ്ങൾ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. നീ എവിടെ? ഞാൻ വീട്ടിലാ. എന്താ ഓഫീസിൽ പോയില്ലേ? ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ പോയില്ല. ഞാനേ ഇന്നലെ പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് കേട്ടതിൻ്റെ കൺഫ്യൂഷൻ അങ്ങനെ സംസാരിച്ചു പോയതാ. നീ അത് വിട്ടേക്ക്. കാര്യങ്ങൾ ബാക്കി നമുക്ക് നോക്കിയല്ലേ പറ്റൂ. ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ? എന്നാ നീ ഓക്കെ അല്ലേ? I love you. I love you too. അവിടുത്തെ കാര്യങ്ങൾ ജോണിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും നിന്റെ ഭാര്യ അവിടെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. വലിയ വർത്താനമൊന്നും വേണ്ട, 5 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഇനി അതും പറ്റിയില്ലെങ്കിൽ നീ നിന്റെ ജോലി അങ്ങ് റിസൈൻ ചെയ്ത് നിന്റെ കാശ് കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് കമ്പി മേടിക്കാൻ. പച്ചച്ചീര, ബ്രോക്കലി, മുരിങ്ങയ്ക്ക, അല്ലേ അത് വേണ്ട. മുളപ്പിച്ച പയറ്, സ്വീറ്റ് പൊട്ടറ്റോ. ആദ്യത്തെ കൊച്ചിനോ എനിക്കിതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. വാടാ മൂത്ത മോനെ. പച്ചച്ചീര, സ്വീറ്റ് പൊട്ടറ്റോ. അല്ല, ഈ ആദ്യത്തെ 3 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ശ്രദ്ധ വേണം. ആര് പറഞ്ഞു? എന്റെ അപ്പൻ. നിന്റെ അപ്പൻ എന്തിനു പറഞ്ഞു? എന്റെ അപ്പൻ ഇന്നതൊക്കെ എന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. എന്തിന്? എന്തിനായിരിക്കും? എനിക്ക് എങ്ങനെ അറിയാനാ? ഒന്ന് ഊഹിച്ചു നോക്ക്. നിന്റെ പറച്ചില് കേട്ട നിന്റെ അമ്മ അവിടെ പ്രഗ്നന്റ് ആയിട്ട്. കറക്റ്റ്. എന്തോന്ന്? നീ ഒന്ന് പോയി ചുമ്മാ തമാശ പറയാതെ. സ്വന്തം അമ്മ ഗർഭിണിയാണെന്ന് തമാശ പറയാൻ പറ്റിയ പ്രായമാണല്ലോ എന്റെ. എന്ന് വെച്ചാ പിന്നെ എന്തിനാണ് എന്റെ അപ്പൻ നിപ്പി ഇല്ലാത്ത ബസ്സും പിടിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞെന്നാ നീ വിചാരിച്ചത്? എന്റെ അമ്മേ. നിന്റെ അമ്മയല്ല എന്റെ അമ്മ. ആ, നിന്നല്ല ഞാൻ കർത്താവിനെ വിളിച്ചതാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അവരുടെ പ്ലാൻ. അതല്ല നമ്മുടെ കാര്യം.
ആ അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വിളിച്ചത്. എനിക്കിങ്ങനെ അധികം നാളെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്കത് എങ്ങനെയെങ്കിലും വീട്ടിൽ പറയണം. നീ നിന്റെ വീട്ടിൽ പറ. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നിന്റെ അപ്പനെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി. എന്റെ വീട്ടിലാ? എന്റെ വീട്ടിലല്ല, നിന്റെ വീട്ടിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞേ. എന്റെ അപ്പന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ? എന്റെ വീട്ടിൽ പിന്നെ പറയാൻ പറ്റിയ സമയമാണല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞു. അവിടെ ഇപ്പൊ എന്ത് പറഞ്ഞാലും വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. നിനക്ക് കൊടുക്കത്തെ ആയുസാടാ. ഞാൻ ഇപ്പൊ നിന്റെ കാര്യം വിചാരിച്ചേ ഉള്ളൂ. നീ എന്റെ പുകയും കണ്ടിട്ടേ പോത്തുള്ളൂ. എടാ ചക്കരെ, സംഭവം എന്ന് പറഞ്ഞാലേ, നാളെ നമ്മുടെ റീന മോളുടെ മാമോദേശയാ. എന്തായാലും നമുക്ക് പള്ളിയിൽ പോണം, പിന്നെ തറവാട്ടിലും പോണം. അപ്പൊ അമ്മച്ചിയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അമ്മച്ചി എടുത്തത് എങ്ങനെ പറയുന്നു വെച്ചിട്ടാ. നിന്റെ അമ്മ പ്രഗ്നന്റ് ആയ കാര്യം. ഞാനാണെങ്കിൽ അമ്മച്ചിയുടെ അടുത്തുനിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇതെങ്ങനെ പറയുന്നാണ്. അതെ, അപ്പനും മോനും കൂടി ഒരുപാട് അങ്ങ് ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ കൊച്ചുണ്ടാവാൻ പോകുന്നു എന്ന് പറയുന്നത് മിടുക്കും ക്രെഡിറ്റും ആയിരിക്കും. എനിക്ക് ഇത്തിരി ചളുപ്പുണ്ട്. കൂടുതൽ അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. പറഞ്ഞ എന്നാ കുഴപ്പം? ഓ, ഏതും പോരാഞ്ഞ അമ്മച്ചിയുടെ അടുത്തല്ലേ. എന്നിട്ട് വേണം നാട്ടുകാർ മൊത്തം അറിയാൻ. അതതിന്റെ സമയമാവുമ്പോ ഞാനൊരു മയത്തിനങ്ങ് പറഞ്ഞോളാം. നിങ്ങളായിട്ട് പറഞ്ഞു കൊളവാക്കണ്ട. കറക്റ്റ്, മമ്മി പറഞ്ഞാണ് കറക്റ്റ്. വെറുതെ എല്ലാം കൂടെ പറഞ്ഞ് സീനാക്കി ലാസ്റ്റ് ഇത് പറഞ്ഞ അത് പറഞ്ഞ് കോളമായി. എല്ലാം കൂടെ? ഏതെല്ലാം കൂടെ? അല്ല, നാളെ അല്ലേ മാമ. എല്ലാം പറഞ്ഞ് ആവശ്യമില്ലാതെ ഓരോ നേറി ഏറ്റോളൂ. കുടുംബത്തിന് വേറെ ആരുമില്ലേ? അതെന്നാടാ, ഞങ്ങൾക്ക് എന്തായാലും ഫുഡ് ഓക്കെ അല്ലേ സിസ്റ്റർ? കള്ളപ്പം ഒന്നുകൂടെ കഴിക്കും. കള്ളപ്പം വെച്ചോ. ഫാദർ, സിസ്റ്റേഴ്സ്, അമ്മച്ചി, എൽസിയെ ചെന്നിരിക്കടാ, വല്ലതും കഴിക്കാദ്യം. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ആ ചെല്ലേ. ജോജി, ജോണേ, ഞാൻ ലേറ്റ് ആയോ? എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നിന്റെ അപ്പൻ എന്നാത്തിന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതേമാതിരി മറ്റേടത്ത് വർത്താനം പറയരുത്. വിളിച്ചിട്ടല്ലേ എന്റെ അപ്പം വന്നത്? ഓ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ രണ്ടറ്റം കൊണ്ട് മുട്ടിക്കാൻ നോക്കുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ. പിന്നെ ഇച്ചിരി മസിലുണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവ. നീ അപ്പനോട് ഇച്ചിരി സ്നേഹത്തിലും തഞ്ചത്തിലൊക്കെ പെരുമാറിയ അപ്പൻ അലിഞ്ഞോളും. ഇത് ശരിക്കും ബെസ്റ്റ് ചാൻസ് ആണ്. ഇന്ന് നീ അപ്പനൊന്ന് സോപ്പിടും. അത് നടന്ന പിന്നെ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഓ ശരി ശരി, കോമഡി അടിക്കാൻ പറ്റിയ ഒരു ഞാൻ വേറെ എടുക്കാം. ഹായ് അങ്കിൾ. ഇതവൻ മനഃപൂർവ്വം ചെയ്തതാ, ഒരു സംശയമില്ല. എന്നെ കാണുമ്പോ അവനുള്ളതാ. അങ്ങനൊന്നും ആയിരിക്കത്തില്ല, അവൻ അറിയാതെ പറ്റിയതാ. നീ എന്തിനാ എപ്പോഴും അവന്റെ സൈഡ് പറയണേന്നാ? ഞാൻ എന്തായി, പോയോ? ഓ, എങ്ങനെ പോകാനാ? കൊഴാന്നായിരിക്കണേ. ഭാര്യയും ഭർത്താവ് കൂടെ ഇതിനകത്ത് എന്തോ ഞാൻ അല്ല, ഇന്ന് മുഴുവൻ നിന്നെ അച്ചാർ മണക്കും. ഞാൻ ഷർട്ട് എടുത്ത് തരാം. കുളിപ്പിച്ചാൽ കിടത്ത്. നീ പോയി പുതിയൊരു ഷോപ്പ് എടുത്തേ, ടവലും. പോടാ. ഇത് ഞാൻ പട്ടായ പോയപ്പോ മേടിച്ചതാ. നല്ല കളർഫുള്ളും ആണ്, നല്ല ലൂസും ഉണ്ട്. ഇച്ചിരി ലൂസാ നല്ലത്. അഴകാ വന്നായിരുന്നു. ഈ താറാവൂരം എടുത്ത് വെച്ചേ. വേണ്ടാന്നേ. എന്നാ വേണ്ടാന്ന്? സ്വന്തം വീട്ടിൽ നിന്നല്ല, ഇനി അവിടെ പോയി ഉണ്ടാക്കാനും പിടിക്കാനും നിൽക്കണ്ട. അത് ശരിയാ, അവിടെ പോയി കഷ്ടപ്പെടാൻ വയ്യ. അതെ, ഈ ഇഞ്ചമ്പുളി എവിടെ ഇരിക്കുന്നേ? എന്നാ രുചിയായിരുന്നു. കുറച്ചുകൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇല്ല ചേച്ചി, കണ്ടുപിടി പോറാണ്. എന്നതാടി നിനക്ക് ഇഞ്ചമ്പുള്ളിയോട് ഇത്ര കമ്പം? ഇഞ്ചമ്പുളി ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ആണോ? ആ കൂട്ടയിലൊരു ശകലം ഇനി എന്താ, ഞാനിവിടെ ഒന്ന് നോക്കട്ടെ. എന്നാ അമ്മച്ചി? അല്ലേ, എന്റെ ചെറുക്കനോടൊന്ന് സംസാരിക്കാൻ എനിക്ക് എന്നാത്തിനടി നിന്റെ അനുവാദം? എന്നതാ അമ്മച്ചി, എന്നെ വിളിച്ചോ? രാവിലെ മുതൽ നിന്നത് കൊണ്ടായിരിക്കും കാലിന് നല്ല വേദന. നീ പിടിച്ചെങ്കിലേ അതങ്ങോട്ട് ശരിയാവത്തുള്ളൂ. ചെല്ലേ. ഓ എന്റെ കർത്താവേ, ഇവിടെ ഉള്ളവര് പിടിച്ച ഒരു ചൂടുമില്ല, ബലവുമില്ല. ഓ,
അങ്ങനെ ചേർത്തങ്ങ് പിടിക്കുക ജോണിക്കുട്ടിയെ, നീ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയടാ. എന്നാ അമ്മച്ചി? ഓ, നിന്റെ മുഖം ഒന്ന് കാണാനാ. എന്നാ ഒരു കടച്ചില. നന്നായിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്നാ അമ്മച്ചി? എന്നതാടാ നിന്റെ കെട്ടിയുടെ മുഖത്തൊരു തുടുപ്പും വെട്ടവും ഒക്കെ. അങ്ങനെയുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ എനിക്ക് അങ്ങനെ തോന്നി. എന്നതാ കാര്യം? ഈ പരിപാടി പ്രമാണിച്ചേ അവള് ബ്യൂട്ടി പാർലറിൽ പോയി. ചിലപ്പോ അതിന്റെ തുടുപ്പായിരിക്കും. ജോണിക്കുട്ടിയെ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയടാ. എന്നതാ എന്റെ അമ്മച്ചി? എടാ, നിന്നെയും ചേർത്തേ ഞാൻ 8 പെറ്റതാ. ഏത് ബ്യൂട്ടി പാർലറിലാടാ നിന്റെ കെട്ടിയോള് പോയത്? അമ്മച്ചി അത് എത്ര മാസം ആയടാ? നാൻസിയെ പെറുമ്പം എനിക്ക് ഏതാണ്ട് ഇതേ പ്രായമാ. എന്ന് വെച്ചാ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശ്രദ്ധിക്കണം. അമ്മച്ചി, ഞാനിത് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. പറയണ്ട. നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട. നിനക്ക് ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ എവിടെ നടാതെ? നിന്റെ അപ്പനും ഇങ്ങനെയായിരുന്നടാ. ഒരു നേരം വെറുതെ അടങ്ങിയിരിക്കത്തില്ല. അത് തന്നെ. ആ കുപ്പി നേരെ അടച്ചു വെക്കണേ. നിനക്കൊരു കാര്യം അറിയാം? എടാ, നമ്മുടെ അമ്മച്ചി മുത്താണടാ. അമ്മച്ചി കയ്യോടെ പൊക്കി. അമ്മച്ചി അതങ്ങ് കൂളായിട്ട് എടുത്തു. നമ്മുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് വൈബ് കാരണം പറയടാ ചക്കരെ, നിന്റെ ഏത് പ്രശ്നത്തിന് ഈ അപ്പനില്ലടാ, കാറ്റാടി ജോണല്ലടാ. പറ. എനിക്ക് അവന് പറ്റുപോലെ ഒരു അബദ്ധം பெஸ்ட் லவ் பண்றோம் கல்யாணம் பண்ணி வைங்கன்னு கேட்டலாம்ல. அதுகூட மேட்டர் இல்ல, பிரெக்னன்ட் ஆகுற மேட்டர் இல்லடா. വേഗം വന്ന് കേറ്. அப்புறம் கூட നിമിഷം വരെ വർത്താനം പറഞ്ഞോണ്ടി. ഓ, വരുന്നു വരുന്നു. എനിക്ക് നിന്നെ ഒരു മാസത്തിലെ കല്യാണം നടന്നിട്ട് എന്നാ അഹമ്മദാബാദിലേക്ക് ഈ ആഴ്ച വേറെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ആഹാ, ഇറങ്ങിയോ? നടി, ഇതിവിടെ കൈവച്ചോ. അയ്യോ, എന്നതാ അമ്മച്ചി? ഇഞ്ചൻ പുളിയാടി. നിനക്ക് വലിയ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? അല്ലേലും അമ്മച്ചിക്ക് മൂത്ത മരുമകളോടാ സ്നേഹം. ഫുൾ ടൈം കൂടെ നിൽക്കുന്ന നമുക്ക് ഇഞ്ചമ്പുളിയും ഇല്ല, കടുമാങ്ങയില്ല. നിനക്ക് ഇഞ്ചൻ പുളിയല്ല എന്നാ വേണേലും ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ അതിന് നിന്റെ കെട്ടിയോന് കുറച്ച് മിടുക്കൂടെ വേണം. കുട്ടി, ജോണേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങള്. ഒന്ന്, നാളെ അന്നമ്മയും കൊണ്ട് ചെക്കപ്പിന് പോണ്ടേ. അവളെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത്. നീ മരുന്ന് കൃത്യസമയത്ത് എടുത്തു കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. இன்னும் ஆனாலே தெரியலையே. 3 മാസം ചെക്ക് എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്, താൻ കൊടുത്താൽ മതി. അതെ, എനിക്ക് ഒരു കാര്യം ഒരു കാര്യം മറന്നുപോയല്ലോ. ചെക്ക് ഓഫീസിലല്ല, വീട്ടിലായിരിക്കുന്നു. നീ അതൊന്ന് എടുത്ത് രാജീവിന് കൊടുക്കണേ. പാലക്കാട് നമ്മുടെ കരീം സാഹിബിന് കാര്യം പറയാനുണ്ടെന്ന്. കാര്യം പറയാനുണ്ടേ പറയടോ. നമ്മുടെ അന്നയില്ലേ? ആര്? നിന്റെ അമ്മ? എന്റെ അമ്മ അന്നയല്ല, കുര്യനങ്ങളുടെ മോള് അന്ന. അന്ന? ആ അന്ന പ്രഗ്നന്റ് ആണ്. അതെങ്ങനെ ഒന്നും எங்க அம்மா அப்பயே சொல்லிச்சு நம்ம வம்சத்துல வந்தோம். சந்தோஷப்படுறாரா ஒரு பக்கம். அது ரியாக்ஷன் செம்மையா இருந்துச்சுல. அவங்க கூட போயிட்டு വന്നാട്ടാ. ഓ, ഇല്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് എന്നെല്ലാം പറഞ്ഞു.
ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എങ്ങനെയാ പോന്നെ? എനിക്കറിയായിരുന്നു എന്ത്? ഈ ചൈന എന്നെ ഈ അവസ്ഥ വിട്ടിട്ട് പോകത്തില്ല. നീ പറയണോ അതോ ഞാൻ പറയണോ? അപ്പം തന്നെ പറഞ്ഞാൽ മതി. കാര്യം എന്താന്ന് വെച്ചാ പറ. ഇടി നമ്മുടെ അന്നയില്ലേ? ഏത്? ഇടി കുര്യച്ചന്റെ മോള്. ആ അന്ന. അന്ന അവളും നിന്നെ പോലായി. ഇടി അവള് പ്രഗ്നന്റ് ആയെന്ന്. ഈശോ. ആ ഈശോ തന്നെ. അപ്പൊ നിനക്ക് മനുഷ്യക്കോലത്തിൽ നടക്കാനും അറിയാം അല്ലേ? അല്ല, ആ ഫോട്ടോ ഒരു 2 വർഷം മുമ്പത്തെ. ഫോൺ നമ്പർ കൂടെ വാങ്ങല. അപ്പൊ പൊറുതി തുടങ്ങിയിട്ട് കാലം. പിന്നെ എന്നാ പറ്റി കാര്യങ്ങൾ ഇത്രയൊക്കെ താമസിച്ചു? ഈടാ ഞാൻ നിന്റെ അമ്മയെ കിട്ടിയിട്ട് 10 മാസം അല്ലേ പറഞ്ഞു. ഇരിക്കെ, ഞാൻ നിന്നോളാം. നിന്നോടല്ല. അല്ല അപ്പം കുര്യനങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഒന്ന് നൈസായിട്ട് ഈ കാര്യം കുര്യനങ്ങളോട് നൈസായിട്ട് പറയാൻ പറ്റിയ കാര്യം. ഇടാ ഞാൻ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? രണ്ടാമത്തെ കൂടെ കണ്ടിട്ട് മുകളിലോട്ട് എടുത്താൽ മതിയെന്നുണ്ട്. അങ്കിൾ പറയാൻ മറന്നു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. അറിയാവുന്ന ഫാമിലി, ഒരേ സഭക്കാരൻ, പരസ്പരം അടുപ്പമുള്ളോ. പിന്നെ ഞാനിങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ കുര്യൻ തള്ളിക്കളയില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. മൂക്ക് എന്ത് തോന്നുന്നു? അല്ല അങ്കിൾ, അപ്പന് ഈശോ അത്രയ്ക്ക് സ്വാഭാവികം. അതിനപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ ആർക്കാ പിടിക്കുന്നത്? ട്രെയിനിലാ വന്നത്. ട്രെയിനിൽ നിന്ന് വല്ല വടയോ ചായയോ കഴിച്ചിട്ട് വയറ്റി പിടിച്ചില്ലെന്ന് പറ. 1-2 ദിവസത്തേക്ക് ഇത് ഇന്ത്യൻ റെയിൽവേ തലയിൽ വെക്കും. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാം. നല്ല ഡാഡിയില്ലേ? കുറച്ച് ലോങ് ലീവ് കുറച്ച് നാൾ കഴിഞ്ഞു വരും. എന്നാ ലോങ് ലീവ്? ഏതാവത് വിശേഷം இருக்கா? എന്ത് വിശേഷം? അല്ല വിശേഷമൊന്നും இருக்கு. குட் நியூஸ் எப்பவுமே. அண்ணா வாழ்த்துக்கள். நமஸ்காரம். இது யாரு? உங்க அண்ணா? அப்பா. அப்பா அப்பா அப்பாவா? சார் ஐயோ தங்கமான பொண்ணு சார். கல்யாணம் ஆகி 3 வருஷம் ஆச்சே, இன்னும் குழந்தை பாக்கியம் இல்லையேன்னு நானும் ஏன் வேண்டாத தெய்வமே இல்லை. இப்பதான் சார் எங்களுக்கு சந்தோஷமா இருக்கு. 3 വർഷം? എടാ ശരിക്കും എത്ര വർഷം ആയടാ? മേലെ 2 சொன்னாங்கல. 3 വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാനില്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ? ചെല്ല് ചെല്ല്. ശരി കേട്ടോ. இந்த ட்ரெஸ் பார்த்தாலே கண்டுபிடிச்சு. ഇത് എന്നാടി ഒന്ന് വിളിച്ചു പറയ പോലും ചെയ്യാണ്ട്? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 2 ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തിട്ടുണ്ട്. അതെന്നാ എൽസി കുട്ടി? നിന്റെ ഫേവറേറ്റ് ഐറ്റമാ ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. ചേമ്പ് പുഴുങ്ങിയതും മത്തിക്കറി. புத்திசாலி அம்மாவா இருக்குமா? എന്നതാടി? എന്നാ പറ്റി? അല്ലത് ട്രെയിനിൽ രാവിലെ ഒരു വട കഴിച്ചു. അപ്പത്തൊരു തുടങ്ങിയതാ കഴിക്കണ്ട. നിനക്ക് എന്നാത്തിന്റെ കേടാ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കരുതെന്ന്? എടാ എന്നതേലും ഒന്ന് പറ കുര്യച്ച. കാര്യം ശരിയാ, അവക്ക് കല്യാണപ്രായം. അത് നിന്റെ അടുത്തേക്കാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. കൂടുതൽ അന്വേഷിക്കാനൊന്നുമില്ല, നമ്മൾ അത്ര അടുത്ത വീട്ടുകാർ. പക്ഷെ എന്റെ പൊന്നു ജോണെ, ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിരിപ്പ് എന്നാണെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. കഴിഞ്ഞ തവണ ഒരു ആലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അവള് ചാടിക്കേറി എന്നെ തിന്നാൻ തുടങ്ങി. കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. എടാ അന്നമ്മ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. വെച്ച് താമസിപ്പിക്കണ്ടെന്ന് വെച്ച് ഞാൻ ഇപ്പം നിന്നോട് വീട്ടിൽ ചെന്ന് ആരെയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. ഗിൽസിക്ക് ഓക്കെ ആണെങ്കിൽ നീ തന്നെ അടുത്തൊന്ന് പ്രസന്റ് ചെയ്ത് നോക്ക്. അവിടെ നോ പറഞ്ഞാൽ നമുക്ക് ഇത് അവിടെ വെച്ച് അങ്ങ് വിട്ടേക്കാം. കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് 2 അടിച്ചേച്ച് ബാക്കി പരിപാടി നോക്കാം. മോനെ 2 ചെടി ലാർജാടാ. ഹലോ
ഹലോ ഹലോ, ജോണിച്ചായൻ കുളിക്കുവാ. ഇവിടുത്തെ കാര്യം പുട്ടുണ്ടാക്കുവോ? പുട്ടാ? ആണോ? ഇവിടെയും പുട്ടാ. ഓ ആണോ? എന്തായി ഇന്നലെ പറഞ്ഞ കാര്യം? ഏ? അല്ല, പിള്ളേരുടെ കാര്യം. ജോണിച്ചായൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാനും എൽസിയും ഇങ്ങനെ പറഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ അപ്പോഴേ ഏതായാലും ജോണിച്ചായൻ ഇറങ്ങുമ്പോ ഞാൻ വിളിക്കാൻ പറയാം. മോളോട് ചോദിച്ചിട്ടൊന്ന് വിളിക്കണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ ആലോചിച്ച് തലപുണ്ണാക്കണ്ട. അപ്പം പറ, ഞാൻ എന്നാ വേണം? എന്നാ വേണമെന്ന് പറഞ്ഞാ നീ ഒരു കല്യാണത്തിന് സമ്മതിക്കണം. ഓക്കേ, സമ്മതിച്ചിരിക്കുന്നു. പോരെ? എന്ന് വെച്ചാ ഞാൻ കല്യാണത്തിന് റെഡിയാണെന്ന്. നീ പറ, ഞാൻ ഏത് കോമ്പനിയാണ് കെട്ടേണ്ടത്? ഒരാലോചന വന്നിട്ടുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് ഒരു കാര്യം പറയേണ്ടത്. അത് പിന്നെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതെന്നാ പറ്റി? അല്ല, ചെറുക്കന്റെ പ്രൊഫഷൻ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അതെന്നാ? അഡ്വർടൈസിംഗ്. ഓ, അപ്പൻ ഇനി എന്തായാലും ഇതും കൊണ്ടേ വരുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പം ഞാനായിട്ട് എതിർത്തിട്ട് കാര്യമില്ലല്ലോ. അഡ്വർടൈസിംഗ് എങ്കിൽ അഡ്വർടൈസിംഗ്. അപ്പം അപ്പം പറഞ്ഞ ശരിയാന്ന് എനിക്കും തോന്നി. ഇനി ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ലവനെ, ഒരു എല്ലു കൂടുതലാ. നിങ്ങളുടെ കാര്യം പറ മനുഷ്യ. അതാരാ? ഓ, നമ്മുടെ ജോണിന്റെ മകൻ ഈശോ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന്റെ പേര് കേട്ടപ്പോഴേ അവൻ ഓക്കാനിക്കാൻ വന്നു. അവന്റെ കൊച്ചു. ഇനിയിപ്പോ ഞാൻ എതിർത്തിട്ട് വേണ്ടാന്ന് വെക്കണ്ട. ഈശോ എങ്കിൽ ഈശോ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് പെട്ടെന്നൊന്നും കല്യാണം വേണ്ട. ഇപ്പൊ പറയുന്നു 2 ആഴ്ച കഴിഞ്ഞ് മതിയെന്ന്. എല്ലാം ഈശോയുടെ ഒരു പ്ലാനാ, അല്ലാണ്ട് പിന്നെന്താ? എന്നിട്ട് എന്നാ പറഞ്ഞെന്ന് പറ കുട്ടിയാ. മോളോട് ഞാൻ കാര്യം അവതരിപ്പിച്ചു. ഞാൻ വിചാരിച്ച പോലെ അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സത്യം പറയാവല്ലോ ജോണേ, പ്രശ്നം അവക്കല്ല, എനിക്കാ. അതെന്നാ? എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് നടന്ന് സൈക്കിൾ ചവിട്ടിയും മരണവീടുകൾ കയറി ഇറങ്ങി ചരമകോളം പിടിച്ചുണ്ടാക്കിയ പരസ്യക്കമ്പനിയാണ് ഇന്ന് എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഈ നിലയിൽ എത്തിച്ചത്. എന്റെ മരണശേഷവും ഈ കമ്പനി നിലനിന്ന് കാണണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണോന്ന് വെച്ചാ ഉറപ്പ്. എന്നാ ഏറ്റവും അടുത്ത ദിവസം നോക്കി നിങ്ങൾ എല്ലാരും വീട്ടിലേക്ക് വാ. നമുക്ക് വേറെ ആരോടും ആലോചിക്കാനൊന്നുമില്ലല്ലോ. ഈടാ, അടുത്ത ദിവസം എന്ന് പറഞ്ഞാ നാളെ ആവാം. നാളെ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരും. എന്താ അങ്ങനെ ആയിക്കോട്ടെ. பாமாதிரா பார்த்தாலே என்னன்னு தெரிஞ்சவன ஒரு பெரிய இடி விழுமோ. അങ്കിൾ കോഫി. അവള് തന്നെ ഞാൻ 10:30 ശരിക്കും ആക്കോടാ இருக்குடா. ഹാപ്പി കൂടി. മോള് വന്നിട്ട് കുറച്ച് ദിവസമായോ? ഇല്ല ആന്റി, 2 ദിവസമായി. കുറച്ച് ദിവസം ഉണ്ടാവോ? 2 ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തു. ഈശോ മാമദിവസം കൂടാൻ വന്നതായിരിക്കും അല്ലേ? അതെ അങ്കിൾ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. മോന്റെ ഓഫീസ് എവിടെയാന്നാ പറഞ്ഞേ? വിൻസെന്റ് സർക്കിൾ എന്ന് പറയും. ബ്രിഗേഡ് റോഡിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അന്നേരം താമസിക്കുന്നതും അവിടെ അടുത്ത് തന്നെയാണോ? ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ബൈപ്പണ്ണഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താ. താമസം ഒറ്റയ്ക്കാണോ അതോ കൂടെ? ഇല്ല, അതെ, ഉണ്ടല്ലോ. കൂടെ ഒരാളുണ്ട്. കൂടെ ഉണ്ട് ഒരു ബംഗാളി. ഒരുപാടൊന്നും ഇല്ലല്ലോ, ഒരു 2 മാസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിക്കാം. അല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഈ 2 മാസം എന്ന് പറയുമ്പോഴേ ഈ രണ്ടും അതിനെന്നെ ഒന്നും പറയണ്ട. അവള് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴി ട്രെയിനിൽ നിന്നൊരു വട കഴിച്ചു. അപ്പൊ തുടങ്ങിയതാ. അന്നമ്മയും വട കഴിച്ചു. தெரியுதா?
ഇത് സമ്മാക്കോട്ട് മോൾക്ക് ബീജിയമാ എങ്ങനെയുണ്ട്? മരുമകളും മാമിയാരും പ്രഗ്നന്റ്. കുഴപ്പമില്ല ആന്റി. എടാ നമ്മുടെ ഡോക്ടറുടെ മകളുടെ കല്യാണം നടത്തിയ ടീമില്ലേ, അത് അടിപൊളി പരിപാടിയല്ലായിരുന്നു. അത് സൂപ്പർ പരിപാടിയായിരുന്നു. അത് നടത്തിയതേ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അവരാകുമ്പോ കെട്ടും കഴിച്ച് പാത്രവും കഴുകി പന്തലും അടിച്ചു വെച്ചിട്ട് പൊക്കോളും, നമുക്കൊരു ടെൻഷനും ഇല്ല. അത് കൊള്ളാം, അത് കൊള്ളാം. അപ്പൊ പിന്നെ അവരെ ഏൽപ്പിക്കാം അല്ലേ? 5 மாசம் ஆனா தெரிஞ்சிருமேடா. டவுட் வந்துச்சா? ஆமா. 2 பேரும் எப்படி வாங்க போனாங்க? ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്ത് ആയി പോയി. അവസരോചിതം. ജോൺ ഭയങ്കര ഓവറായിരുന്നേ. താടി വെച്ച ബംഗാളി വേറെ ആരും കിട്ടിയില്ലേ. മൊത്തം ഓവറാക്കി ചളമാക്കി കൊളമാക്കൊന്ന് പേടിച്ചിരിക്കുന്നു. അവസാനം ഞാൻ കൊളമാക്കി. ഇത് കേട്ടല്ലോ, ഇവൻ ചെയ്തൊക്കെ നല്ല ഡീസന്റ് കാര്യങ്ങൾ. ഞാനിത് കേൾക്കണം. പറയണ്ട, ഇച്ചാനി ഇന്ന് ഇച്ചിരി ഓവറായി പോയി. ഇച്ചാനി അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ഫുൾ സപ്പോർട്ടാണല്ലേ? உங்களுக்கு இப்பெல்லாம் சரியா ஆக்ட் பண்ணவே தெரியல அப்படின்னா. നീ ട്രെയിനിന്ന് എന്നാ കഴിച്ചെന്നാ പറഞ്ഞു? அப்படின்னா 2 മാസം എന്ന് പറയുമ്പോ 2 മാസവും പിന്നെ ഒരു 1.5 കൂടെ എങ്ങനെയാടി 4 മാസം എന്ന് പറയുമ്പോ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്ക് അറിഞ്ഞു. ഇവനെ 4 മാസമായിട്ട് നിൽക്കുന്ന സമയത്ത് നാട്ടുകാർ കണ്ടാ ചോദിക്കുമായിരുന്നു. എന്നാലും കാര്യങ്ങളൊക്കെ പോയതാണല്ലോ. പിന്നെ എന്തായാലും സംഭവിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അപ്പം ഭയങ്കര ഓവറായിരുന്നു. അതൊന്നും ആയിരിക്കത്തില്ല, അതൊന്നും ആയിരിക്കത്തില്ല. ഇത് വേറെന്തോ കാര്യം. കുര്യൻ വിളിക്കുന്നു. പ്രശ്നമാവും, വൻ പ്രശ്നമാവും. പിന്നെ ഇടത് ഞാൻ വല്ലതും ഉണ്ടാക്കി വെച്ച കുഴപ്പമാണോ? നീ വിചാരിക്കുന്ന പോലല്ല, ഇത് വൻ പ്രശ്നമാവും. എന്നാ നീ എടുക്ക. ഞാൻ എടുക്കൂല. ജോണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ജോൺ തന്നെ എടുത്താൽ മതി. ബെസ്റ്റ് ഓപ്ഷൻ അവതാ. ഹലോ, ആ ഈവന്റ് മാനേജ്മെന്റ് കാര്യം ഞാനിപ്പോ അവരെ വിളിച്ചു. നാളെ തന്നെ അവരെ കാണാം. നാളെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ഫൈനൽ. എൽസി ഇപ്പൊ പറയണത് കാര്യങ്ങൾ ഒട്ടും വെച്ച് താമസിക്കണ്ട. അവരോടൊക്കെ ചോദിച്ചു, അവർക്കും ഓക്കെ. അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ കാണാം. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേടാ, അവരിറങ്ങുന്നവരെ അമേരിക്കയിൽ നിന്ന് അനിയം വരണം, അവരിറങ്ങിക്കഴിഞ്ഞപ്പോ പറയാ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ നടത്തണമെന്ന്. നീ ഏതെങ്കിലും ഒന്നിലൊന്ന് ഉറച്ചു നിൽക്കടി. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര ധൃതിയാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ താമസിക്കണേ? ഇതെങ്ങാനും ഇച്ചായൻ അറിഞ്ഞ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ഇച്ചായൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത്. മമ്മി കുമ്മി കുത്തുവെച്ചതാണ്ടല്ലോ. കല്യാണത്തിന് മുൻപ് എന്തെങ്കിലും സംശയം തോന്നി ഇച്ചായനെങ്ങാനും പൊക്കിയ മുറ്റത്തൊരു കുഴിയെടുത്ത് നിന്നെ മൂടും, എന്നെ മൂടും. ஓ, யாருப்பான்னு எனக்கு கெஸ் பண்ணிட்டேன். நம்பாலே தலைவர். എനി ടൈം എനിവേർ ഞാൻ ഹാപ്പി. ഞങ്ങള് ഹാപ്പി. അയ്യോ സാർ, ഞാൻ എന്റെ പേരാ പറഞ്ഞ. ഞാൻ ഹാപ്പി. ഹാപ്പി. അതായത് സാർ, എന്തും ഏത് സമയത്തും എവിടെയാണെങ്കിലും ഞങ്ങൾ രണ്ടാണ്. കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ ചെക്കനെയും പെണ്ണിനെയും നിങ്ങൾ തന്നെ, അത് ഞങ്ങളില്ല. അതോടെ നിങ്ങളുടെ റോള് കഴിഞ്ഞു, ബാക്കിയെല്ലാം ഞങ്ങൾ രണ്ടാണ്. പിന്നെ ഫുഡ് ആലോചിക്കത്തൊരു കൊതി വരുന്നു. തട്ടുകട, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ, ഉഗാണ്ട. ഉഗാണ്ട ലേറ്റസ്റ്റ് ആണ്. പിന്നെ സ്റ്റേജ്, ഹൗസ് ബോട്ട്, കപ്പൽ, തീവണ്ടി, എയർപോർട്ട്, വൈറ്റ് ഹൗസ്, ഭീമാപ്പള്ളി. ഭീമാപ്പള്ളി അല്ല, താജ്മഹൽ. എല്ലാത്തിനും 3D മോഡൽസ് ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. എല്ലാം കാണിച്ചു. സല്യൂട്ട് കരോ, സല്യൂട്ട്. ഇതൊക്കെ മനുഷ്യന്മാരുടെ കാര്യം. ഇനി ആനിമൽസിലോട്ട് വരാം. കുതിര, ആന, ഒട്ടകം, സീബ്ര. ഏത് വേണം? സീബ്രേ. അയ്യോ, സീബ്ര ഉണ്ട് സാർ. നമുക്ക് ഒട്ടകം മതി. നമുക്ക് ദുബായിന്ന് കൊണ്ടുവരാലോ. പിന്നെ ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ കിട്ടും. അതൊരു മധുര ഒട്ടകങ്ങളാണേ. എന്തിനാ ഒട്ടകം? വെരി സിമ്പിൾ. വധൂവരന്മാർ കെട്ട് കഴിഞ്ഞിട്ട് റിസപ്ഷന് വരുന്നത് ഈ ഒട്ടകത്തിന്റെ പുറത്തായിരിക്കും. കുല്ലിങ്ങി കുല്ലിങ്ങി, സ്ലോ മോഷനിൽ കുല്ലിങ്ങി. ഒട്ടം വേണ്ട, ഒട്ടം വേണ്ട. അതൊക്കെ വല്ലാത്ത
ഒട്ടകം വേണ്ടേ? ഞാൻ വെറുതെ ആലോചിക്കട്ടെ. പട്ടി പൂച്ച പാത്തത്താറോ. ഇത് കണ്ടത്തിൽ കട്ട ചെളി കിടക്കുന്ന ഫോട്ടോ. അമ്മോ ഇത് ഫയർ എസ്കേപ്പ്. ഫയർ എസ്കേപ്പോ? ഓ സാർ ഭയങ്കര റിസ്കിൽ ഷൂട്ട് ചെയ്യുന്ന സാർ ഞങ്ങൾ. ഇവരൊക്കെ ഇപ്പോഴും ജീവനോടുണ്ടാ? ഇവർക്ക് അല്ലേ ഇവരൊക്കെ ഉണ്ട് സാർ, ഉണ്ടാവും. പിന്നെ അതിനുശേഷം വിളിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. സാർ എന്നെ രക്ഷിക്കൂ, അല്ല വിശ്വസിക്കൂ. ആ ഒട്ടകെങ്കിൽ ഒട്ടകം. ഏതായാലും ആഹാരത്തിന്റെ കാര്യല്ലേ, ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. എല്ലാം അടിപൊളിയായിരിക്കണം. ஓகே சார் நான் வெஜிடேரியன் தான் சொன்னாங்க. சேஃப் ஜர்னி. ஓகே. பீஃப் எல்லாம் சாப்பிடாங்க. கிறிஸ்டின்டா அவங்க வாட் സോ അങ്കിൾ இப்போ പ്രോട്ടോടൈപ്പ്. நான் கூட ஒரு சும்மா ഹോസ്പിറ്റൽ നമ്മൾ മോഡിഫൈ ചെയ്യും. സീൻ വരിക ചുറ്റുവാങ്ങ നിனைச்சேன். ഇത് ബാക്കി സിറ്റീസിലെ അണ്ടർ കൺസ്ട്രക്ഷൻ ഡിസൈൻസ് ആണ്. കൊള്ളാം, അത് നന്നായിരിക്കും. സോ ബേസിക്കലി അങ്കിൾ നമ്മൾ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ഒരു 25 to 30 CR മാറ്റി വെച്ചിരിക്കുകയാണ്. സോ വാട്ട് വി എക്സ്പെക്ട് ഫ്രം യു ഇസ് എ ക്ലിയർ ഐഡിയ ഓൺ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ഓഫ് കോഴ്സ് ദ ന്യൂ ലുക്ക് ഓഫ് ദ ബ്രാൻഡ്. ജോൺ എന്നായി പറയുന്നത്? ഓരോ വാക്കും കൊടുത്തിട്ട് പോന്നാ മതി. ഞാൻ 3 ആഴ്ചത്തെ ലീവ് എടുത്തിട്ടാ വന്നത്. തിരിച്ചു വന്നാൽ എനിക്ക് പ്രാഗിൽ ഷൂട്ടിന് പോകാനുള്ളത്. എന്തോന്ന്? പ്രാഗ് ഒരു സ്ഥലം, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അത് കഴിഞ്ഞ് എനിക്ക് ചോദിക്കുന്ന സാലറി കിട്ടും, കമ്പനിയിൽ ഷെയർ കിട്ടും. അപ്പോഴാണ് ഞാൻ ഈ പട്ടിക്കാട്ടി വന്ന് പണിയെടുത്തോളാം അപ്പം വാക്കും കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. ഈശോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പിള്ളേരൊക്കെ ആവുമ്പോ കുടുംബത്തന്നെ ഉണ്ടാവണം. ഈ വായിക്കൊള്ളാത്ത സ്ഥലത്തൊക്കെ പോയി പണിയെടുത്തുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാണ്. ഇതൊക്കെ കയറി ഏക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു. ഓ അത് ശരി, നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ഓരോന്നും ഉണ്ടാക്കി വെച്ച്? എന്നാ പ്രശ്നം? മനുഷ്യൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കരയ്ക്ക് അടുപ്പിക്കാൻ നടക്കുമ്പോഴാണ്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഒറ്റ കാര്യം പറഞ്ഞോണ്ടാ അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. ഞാൻ അവന് വാക്ക് കൊടുത്താണ്, ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. നീ നാളെ അവനെ പോയി കാണണം. അവന് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് നീ ചെയ്തു കൊടുക്കണം. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം. അപ്പനല്ലേ വാക്ക് കൊടുത്തു? ഞാൻ കാറ്റാടി ജോൺ ഒറ്റ തന്തേ ഉള്ളൂ. എനിക്ക് വാക്ക് മാറ്റി പറയാൻ പറ്റില്ല. അപ്പം വാക്ക് മാറ്റി പറയണ്ട, ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞോളാം. നിനക്ക് കുര്യന്റെ സ്വഭാവം അറിയാൻ പാടില്ല. എന്നാ ചെയ്യുന്നായി പറയുന്നത്? പിടിച്ച് തിന്നൊന്നുമില്ല. ഇതുപോലത്തെ സൈസാണോ വയറ്റിൽ കിടക്കുന്നത്? നമുക്ക് താങ്ങാൻ പറ്റത്തില്ലേ. ഹലോ സാർ, ഒരു ഫലൂദ ആയല്ലോ. സാർ, സ്പെഷ്യൽ ഡിസേർട്ട് ആയിട്ട് നമുക്കൊരു ഫലൂദ കൊടുത്താലോ? ലബ്രീസ് ഫലൂദയാണ് സ്പെഷ്യൽ ഐറ്റം. ദഹനത്തിനൊക്കെ നല്ലതാണ് സാർ. പിറ്റേന്ന് രാവിലെ വൈറ്റിന്ന് സ്കൂൾ അത് ഒരെണ്ണം ഇപ്പൊ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇപ്പോഴും ഓ ഒന്നുമില്ല. ശരി ശരി, എന്താന്ന് വെച്ചാ ചെയ്തു. ആർക്കും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നു. ഇല്ല സാർ, ഒട്ടും കുറവ് വരുത്തില്ല. കേട്ടിട്ട് എന്നെ കൊതിയാണോ? എന്തായി? ഓ എന്താ ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്ത് വരുന്നു? 25 നെല്ലിക്ക ഇളം വെയിലിൽ ഉണക്കിയെടുത്തത്, പിന്നെ കല്ലുപ്പ്, മഞ്ഞപ്പൊടി, പിന്നെ വേറെ എന്തൊക്കെയോ ഇച്ചായി കുറിച്ച് തന്നിട്ടുണ്ട്. അതൊരു ഗ്ലാസ് കുടിച്ചാ എന്തായാലും പോകുന്ന പറഞ്ഞു. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ. എന്നാലും പെട്ടെന്ന് എടുക്കാം. അച്ചായൻ പറഞ്ഞാലും ഇല്ലേലും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഞാനിവിടെ ബാംഗ്ലൂരുള്ള സ്ഥിതിക്ക് അവനെ പറ്റി ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. അതിന് അവനിവിടെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന്. എന്ന് വെച്ചാ അവനിവിടെ ഒരു പെങ്കൊച്ചുമായിട്ട് കമ്മനഹള്ളിയിൽ ലിവിങ് ടുഗദർ ആണെന്ന്. അതുമല്ല, കൂടെയുള്ള ആ കൊച്ചിന് വയറ്റിലുണ്ടായെന്ന്. പോരാത്തതിന് അവന്റെ അപ്പൻ അങ്ങേര് നേരിട്ട് വന്ന് സെറ്റിലാക്കിയെന്നും കൊച്ചിനെ വിളിച്ചോണ്ട് പോയെന്നുമാണ് ഞാൻ അറിഞ്ഞത്. ഇച്ചിരി വൈകിയാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ പറയണൊക്കെ സത്യാണോ? ഉറപ്പാണോ? ഉറപ്പാച്ചായ, ഞാൻ നേരിട്ട് വന്ന എങ്ങനെയുണ്ടപ്പാ? നീ ഡ്രസ്സും കഴിച്ചു വെച്ചേ. എന്നാ പറ്റി? പോയില്ലേ? എന്നതാ എന്നെ പറ്റി? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അയ്യോ അങ്ങനല്ല, എന്തായാലും ഒരു ഗ്ലാസ് കഴിച്ച് ഉറപ്പായിട്ടാണല്ലോ പറഞ്ഞു. അവളോട് പറ ആ ഡ്രസ്സും കത്തിച്ച് കളഞ്ഞേക്കാൻ. ഇവിടെ കല്യാണം നടക്കിയാലോ ഒരു കോപ്പ് നടക്കിയാലോ. എടുക്ക് ജോണേ. കുര്യനാണ്, ഞാൻ പിന്നെ സംസാരിച്ചോളാം. എടുത്ത് എന്തെങ്കിലും പറയണോ? കുര്യ, ഞാൻ പിന്നെ വിളിക്കാം പ്ലീസ്. ഞാനൊരു അലമ്പ് സ്ഥലത്ത് നിൽക്കുക. അലമ്പ് സ്ഥലത്താണ്? അലമ്പ് എന്താണെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം.
பொண்ணுங்க தான் அப்படின்னு நினைக்கிறேன் இல்ல. ഹലോ ഈശോ നീ എവിടെ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാനൊരു സ്ഥലത്താ. എന്താ കാര്യം? എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ഈശോ തമാശ കളിക്കരുത്. എനിക്ക് നിന്നെ അർജന്റ് ആയിട്ട് കാണണം. നിനക്ക് വരാൻ പറ്റിയ സ്ഥലം അല്ലെന്ന് പറഞ്ഞില്ലേ? നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓഹോ, അപ്പൊ നീ കള്ളും കുടിച്ച് എന്റെ അപ്പനെ വിളിച്ച് ഓരോന്ന് ഒപ്പിച്ച് വെക്കൂലേ? നീ കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയോ? ഞാൻ നിന്റെ അപ്പനെ വിളിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അയാൾ വിളിച്ച് 2 വർത്താനം പറയാൻ തന്നെ ഇവിടെ നിന്ന് 2 അടിക്കാൻ തീരുമാനിച്ചു. ഇനി വേണം പറയാൻ. നീ എവിടെയാന്ന് പറയടാ. ആ സാർ, സാർ ഇവിടെ ഹോസ്പിറ്റലിൽ വരെ. അവനെന്തിനാ ഈ ഹോസ്പിറ്റലിൽ? വർക്കൗട്ട് ആരംഭിച്ചു. ഞാൻ ഈ അലമ്പശാലെന്ന് പറഞ്ഞേ അയ്യോ വളരെ പുറമെ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തൽക്കാലം അതാ നേരത്തെ അവൻ ഫോൺ ചെയ്തപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈശോ കല്യാണം കഴിക്കാൻ പോകുന്നത് കുര്യന്റെ മോളല്ലേ? അപ്പൊ എന്തായാലും പറയണ്ടേ. ഒന്നാമത് ഇതിന്റെ ഇടയിൽ കൂടെ ഈ ഗർഭക്കേസും ഒക്കെ ആയി കഴിഞ്ഞാൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആവും. ഇതങ്ങനെ സാധാരണ ഒരു ഗർഭമല്ലല്ലോ. ഏത് ഡോക്ടറായിട്ട് ആരോട് പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് പറയാൻ നിൽക്കുന്നു. இந்த இது சொல்ற അല്ലെങ്കിലും ഞാനെന്തിനാ പറയാ. അതെ, ഇപ്പൊ പറയാനൊരു ചമ്മല. കല്യാണം കഴിഞ്ഞ് ഞാനതങ്ങ് പറഞ്ഞോളാം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ആസ് യു വിഷ്. എന്താണോ സാർ? ഞാൻ ഹാപ്പിയാണ്. ഞാൻ അത്ര happy. എന്നാ സാറിന് ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഒന്ന് പറഞ്ഞു തൊലക്കടോ. സാറിന്റെ നിലവാരവും സ്റ്റാറ്റസും വെച്ച് നോക്കുമ്പോൾ സ്ത്രീധനത്തിന് പുറമെ മരുമകന് ഒരു വില കൂടിയ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്ന് ഞങ്ങൾക്കും കൂടി അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു മാച്ച് ചെയ്യുന്ന ചെറിയൊരു ഇവന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് സാറേ ഗിഫ്റ്റ്? BMW, ബെൻസ് അങ്ങനത്തെ വില കൂടിയ കാറുകളാണെങ്കിൽ എന്റെ കുഞ്ഞമ്മയുടെ വണ്ടി ഇതിന്റെ ഡീലറാണ്. അങ്ങനെ എനിക്ക് നല്ലൊരു കമ്മീഷൻ ഇതിന്റെ സാർ നല്ലൊരു ഡിസ്കൗണ്ട് എനിക്ക് മേടിച്ചു തരാൻ പറ്റും. പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, ഫൈൻ അടയ്ക്കണം. സാറേ സത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാറിനെ കണ്ടപ്പോൾ വെറുതെ ഊരിക്കളഞ്ഞു. സാറേ സമയമില്ല, മാസാവസാനാണ്. ബുക്കും പേപ്പറായിട്ട് അങ്ങ് വന്നാട്ടെ. ഓ, സീറ്റ് ബെൽറ്റ്. ഇതിന് കാശില്ലേ? എടി നിന്റെ കാശുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന്? നിന്റെ കയ്യിലോ? ദാരിദ്ര്യവാസികൾ തന്നെ. ആ, ഇപ്പൊ ശരിയാക്കി തരാം. കൊടുക്കണോട്ട്. സാറേ, നമ്മുടെ ചെറുക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അപ്പനാ. ഓ ഓ, കുര്യൻ. എടാ, ഒരു 500 രൂപ ഇങ്ങനെ. നിന്റെ കാര്യം ഇപ്പൊ ഞാൻ ഓർത്തേ ഉള്ളൂ. നീ ഇതുവരെ ശ്രീധനത്തിൽ കുറച്ചോ ഇടാൻ വേണ്ടിട്ടാ. ദാ സാറേ ഫൈൻ. ഈ സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണ്. കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. ഞാൻ സാറേ பார்த்தா ജോണേ பேச முடியாது. പറഞ്ഞ പോലെ നീ എന്താ ഈ വഴിക്ക്? എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നാ കുര്യ, എന്നാ പറ്റി? ഈശോയുടെ കൂടെ ഏത് ബംഗാളി താമസിക്കുന്നു നീ പറഞ്ഞത്? ഇന്നത്തോടെ തീർന്നു. ഇനി ഈ കാര്യവും പറഞ്ഞു എന്റെ മോളുടെ അടുത്തോ എന്റെ വീടിന്റെ പരിസരത്തോ നിന്റെ കണ്ടുപോകരുത്. ഞാനും നീയും തമ്മിൽ ഇനിയൊരു പിന്നെ 2000-ന്റെ ബാക്കി എന്റെ പിച്ചയായിട്ട് വെച്ചു ഈ ബന്ധം ഒഴിയുന്നതിന്. അപ്പൊ ഞങ്ങള് സൗകര്യം പോലെ വീട്ടിൽ വന്ന് കണ്ടോളാം. എന്തിന്? അല്ല, മൊത്തത്തിൽ പറഞ്ഞത് കേട്ടത് വെച്ചിട്ട് സ്ത്രീധനവും അവിഹിതവും ഗർഭവും സ്ത്രീപീഡനവും ചീറ്റിങ്ങും എല്ലാം കൂടെ കേസ് കുറെ വരും. അല്ല, അഡ്രസ് കയ്യിലുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. ഞാനിത് എത്ര നേരമായി വിളിക്കുവാ. അന്നെ എവിടെ? അന്നെ ഈശോയെ കാണാൻ പോയി. ഈശോയെ കാണാൻ പോയോ? എവിടെ? അത് ഞാൻ ചോദിച്ചില്ല. കൂടെ താമസിക്കുന്ന പെണ്ണിന് വയറ്റിലുണ്ടാക്കിയിട്ട് നമ്മുടെ മോളെ കെട്ടാൻ നടക്കുന്നു. എടി ഒന്ന് വിളിക്കാൻ சொல்லிடுவாங்களோ? അമ്മമ്മി, അപ്പനാ നീ എവിടാ? ഞാൻ ഈശോയെ കാണാൻ വന്നതാ. എവിടെ? ഇവിടെ ഷെറട്ടൺ ഹോട്ടലില്. ഹോട്ടലിലോ? അവനെവിടെ? അവൻ മോളിലാ. ഞാനിപ്പോ അങ്ങോട്ടാ പോകുന്നേ. നീ എങ്ങോട്ടും പോണ്ട, അവിടെ തന്നെ നിന്നാ മതി. നീ എന്തിനാ വരുന്നേ? ഞാനും വരുന്നുണ്ട്. അവൻ ഹോട്ടലിലേക്ക് വിളിച്ചേക്കണം. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എന്റെ മോളെ അവൻ ഹോട്ടലിലേക്ക് വിളിച്ചേക്കണം. എന്റെ പൊന്നന്ന, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ടില്ല. നിന്റെ അപ്പനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെന്താ അപ്പൻ ഇത്ര കലിപ്പില്? ഈ റൂഫ് ടോപ്പ് ബാർ എവിടെ? റൂഫ് ടോപ്പിലാണ്.
ഏ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചത് ഇവൻ അപ്പനെ വിളിച്ച് ജോലിക്കാരെയും പറഞ്ഞു. അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നസെന്റ് ജോണേ, നമുക്കൊരു നാരങ്ങളും വിഷയമല്ലോ. അവൻ ഇപ്പൊ തന്നെ നാക്ക് വഴയുന്നു, എന്നിട്ടാ ഇനിയും വേണമെന്ന്. അങ്കിൾ, അതാ വേറൊരു പ്രശ്നം. അപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഈ കോലത്തിൽ ഈശോയെ കണ്ട അതിലും വലിയ പ്രശ്നമുണ്ട്. കുര്യ, നമുക്ക് സംസാരിക്കാം. നീ ഒരു പിണ്ണാക്ക് സംസാരിക്കട്ടെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. മോളെ, നീ വാ. അപ്പ ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, ഞാൻ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവര് നിന്നെ പറ്റിക്കുമായിരുന്നു മോളെ. കുര്യ, നീ കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞിട്ടില്ല. ഓഹോ, ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ ചോദിക്കാം അവനോട്, നീയും കൂടെ കേൾക്കാൻ വേണ്ടിയാ. നിന്റെ കൂടെ ബാംഗ്ലൂരിൽ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടായോ? ഉണ്ടായി. അവക്ക് വയറ്റിലുണ്ടായോ? പറ്റിപ്പോയി. അത് നിന്റെ തന്തയ്ക്ക് അറിയാമായിരുന്നോ? പറയേണ്ടി വന്നു. കേട്ടല്ലോ? നീയും കേട്ടല്ലോ. ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. മിണ്ടരുത്. വാ മോളെ. അങ്കിൾ ഇത്ര നിസ്സാര കാര്യത്തിനാണോ ഈ ഷോ മുഴുവൻ കാണിക്കുന്നത്? നിനക്കിത് നിസ്സാര കാര്യമായിരിക്കൂടാ. എനിക്കിത് എന്റെ കൊച്ചിന്റെ ജീവിതാ. പറയുന്നല്ല ശരിയാ, പക്ഷെ ഇതൊക്കെ എനിക്കും കൂടി അറിയാവുന്ന കാര്യങ്ങളാ. നീ എന്നതായി പറയുന്നേ? അപ്പ, പക്ഷെ അപ്പൻ അറിയാണ്ടിരുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ആ കൂടെ താമസിച്ച പെങ്കുച്ച് ഞാൻ തന്നെ. ഞാനിപ്പോ 3 മാസം പ്രഗ്നന്റ് ആണപ്പ. ഞാനിത് ഇച്ചായനോട് എങ്ങനെ പറയാന്നറിയാതെ ഒരു കാര്യം ഇത്ര ദിവസം. കുര്യ, എനിക്കിതെങ്ങനെയെങ്കിലും നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു വെച്ചിട്ട്. ഓ, അത് ശരി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല. നിങ്ങളെല്ലാരും കൂടെ എന്നാന്ന് ചെയ്തു. ഞാനൊരു പൊട്ടൻ. വെറുതെ പൊട്ടൻ കളിക്കുമായിരുന്നു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല. ഡയലോഗ് പറഞ്ഞു, നീ എന്നോட ആളെ പയ്യൻ എൻ പൊண்ணு. സാർ, ഒരു ബാൻഡ് മേളയല്ലോ ഇപ്പോഴാ സാർ. പുതിയ ടീമാണ് ചെന്നൈയിൽ നിന്ന് പൊക്കിയത്. അവരെ ഫസ്റ്റ് പരിപാടിയാണ്, ലാസ്റ്റ് പരിപാടിയായിരിക്കും, ബെസ്റ്റ് പരിപാടിയായിരിക്കും. സാറിന് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കേൾപ്പിച്ചുതരാം. ആരംഭി. இந்த பாட்டு எல்லாருக்கும் தெரியுமா? சார் ചോരാ. ഹലോ ആന്റി, ഒന്ന് ഈശോയ്ക്ക് കൊടുക്കൂ. ഈശോ, ഈശോ, എന്നതാ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ കല്യാണം കഴിക്കുന്നുണ്ടേ, അതെവിടെയായാലും ആ പള്ളിയിലോട്ട് എൻ്റെ അപ്പൻ എന്നെ കൈ പിടിച്ചു കൊണ്ടുവരണം, സന്തോഷത്തോടെ. ഞങ്ങൾ കോളേജ് പഠിച്ച കാലത്ത് കുര്യന് നിന്റെ അമ്മച്ചിയോടുള്ള ഇഷ്ടം അവക്കൊഴിച്ച് ആ കോളേജിലെ മുഴുവൻ പിള്ളേർക്കും അറിയായിരുന്നു. എന്നിട്ട് ഒടുക്കം കുര്യൻ അവന്റെ ഇഷ്ടം അന്നമ്മയോടല്ല പറഞ്ഞു, ആനക്കരയിൽ പാപ്പച്ചനോടാ, നിന്റെ വല്യപ്പച്ചനോട്. ആനക്കല്ലിൽ നിന്നൊരു കറവ് പറ്റിയ പശുവിനെ പോലും തരത്തില്ല. എന്നാ അന്ന് പാപ്പച്ചൻ അവന്റെ അപ്പനോട് പറഞ്ഞ മറുപടി അത് വെച്ച് നോക്കിയാൽ നമ്മൾ ഈ പ്രപ്പോസലുമായിട്ട് ചെന്നപ്പോ വീട്ടുമുറ്റത്ത് പോലും കയറ്റാൻ പാടില്ലാത്തതാ. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇല്ല,
നിനക്ക് മനസ്സിലാവത്തില്ല. പിള്ളേരുണ്ടാവുമ്പോൾ ജീവിതം ഒന്നുകൂടെ തുടങ്ങുന്ന പോലെയാണ്. അതുവരെ ഉണ്ടായിരുന്ന ശീലങ്ങളും പ്രയോറിറ്റീസും ഒക്കെ മാറും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കൂടെ ഒരു അപ്പനും അമ്മയും കൂടാടാ ജനിക്കുന്നത്. അവന്റെ എത്ര നാളത്തെ സ്വപ്നമായിരിക്കും നിനക്കറിയാം അന്നമ്മളുടെ കല്യാണം. ആ കല്യാണത്തിലും അവന്റെ മോളുടെ ജീവിതത്തിലും അവനൊരു റോളുമില്ല എന്ന് ഇന്ന് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളാ. അപ്പാ, എന്നതിലൊരു വഴിയുണ്ടോ അപ്പാ? ഒരു വഴിയുണ്ട്, പക്ഷെ ആ വഴി നീ ഒറ്റയ്ക്ക് നടക്കണം. ഗുഡ് മോർണിംഗ് സാർ. സാർ, നമ്മുടെ സാമുവൽ ഡോക്ടർ വിളിച്ചിരുന്നു. സാറിനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയാം വരികയായിരുന്നു, മറന്നു. അങ്കിൾ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇന്നലെ പറഞ്ഞ കൂടുതലായി ഒരു കാര്യം എനിക്ക് സംസാരിക്കാനില്ല. ഒരു കാര്യവും ഈശോയ്ക്ക് പോവാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് വിസിറ്റേഴ്സിന് അലോ ചെയ്യില്ലെന്ന്. അതപ്പോ പറഞ്ഞു. എത്ര തിരക്കുണ്ടെങ്കിലും അങ്കിൾ ഇത് കേൾക്കണം. ഈ പ്രഗ്നൻസി സമയത്ത് പ്രത്യേകിച്ച് അമ്മയ്ക്കുണ്ടാകുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ പിറക്കാൻ പോകുന്ന കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾക്ക് കാരണമായേക്കാം എന്ന് നിരവധി പഠനങ്ങൾ ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന സമയം. എന്താ ഇത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും റീസെന്റ് ആയ പഠന റിപ്പോർട്ടാണ്. ഈ ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ വിഷാദവും ആങ്സൈറ്റിയും ഒക്കെ സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിപ്പിക്കുകയും അത് ഗർഭസ്ഥ ശിശുവിനെ വളരെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുമെന്ന രീതിയിലുള്ള പഠന റിപ്പോർട്ടുകളും ഇതിലുണ്ട്. അല്ല, നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അങ്കിൾ. ഈ ചുമയും ജലദോഷവും പോലെ സാധാരണമാണ് ഇപ്പൊ വിഷാദ രോഗവും സ്ട്രെസ്സും ഒക്കെ. ചിലപ്പോ നമ്മുടെയൊക്കെ ജീവിതശൈലി പ്രശ്നങ്ങൾ, പക്ഷെ അങ്കിൾ അത് കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അവർ ഗർഭാവസ്ഥയിലാണെങ്കിലും ഒരേ സമയം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ വരെ അപകടത്തിലായേക്കാം. ഈശോ, ഞാനങ്ങനെ മനഃപൂർവ്വം. ഇത് കേന്ദ്ര ശിശുക്ഷേമ വകുപ്പിന്റെ പഠന റിപ്പോർട്ട്. പിറക്കാൻ പോകുന്ന ഓരോ കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, ഇതെല്ലാം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണമെങ്കിൽ. അല്ല, അതിന് ഞാൻ അങ്കിൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും, എസ്പെഷ്യലി മെറ്റേണിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ്. അതെ അങ്കിൾ, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു പുതിയ കുഞ്ഞ് മാത്രമല്ലല്ലോ ജനിക്കുന്നത്, ഒരു പുതിയ അച്ഛനും അമ്മയും കൂടിയാണ്. SMT ഗ്രൂപ്പ് ഓഫ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽസ്, not just for newborn babies but for newborn parents too. ஒரே கல்ல ரெண்டு மங்க அடிச்சிட்டாரு. Group of maternity hospitals, not just for newborn babies but for newborn parents too. That's it. That's the end of our presentation. இது பாட்டு போட்டு விட்டாலே போதும்ண்ணா, இல்லை? ഞാനിന്ന് സന്തോഷമുള്ള ഒരു അപ്പം മാത്രമല്ല, വളരെ വളരെ സന്തോഷമുള്ള ഒരു ഗ്രാൻഡ് ഫാദർ ആകാൻ പോകുന്ന ആളുകൂടിയാണ്. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. എന്റെ മോൾ അന്ന 3 മാസം ഗർഭിണിയാണ്. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അറിയാവിടാവേ, കൊച്ചിന്റെ അപ്പൻ നിന്റെ മോനാണെന്നല്ലേ അതിവിടെ എല്ലാവർക്കും മനസ്സിലായി. ഏയ് അതൊന്നുമല്ല, ഞാൻ കൊണ്ടുവരാം. ഒരു സർപ്രൈസ് കുര്യച്ചൻ പൊട്ടിച്ച സ്ഥിതിക്ക് എനിക്കും ഒരു സർപ്രൈസ് കൂടി പറയാനുണ്ട്. ഇന്ന് ഞാൻ ഒരു ഗ്രാൻഡ് ഫാദർ ആകാൻ പോകുന്ന ആള് മാത്രമല്ല, വീണ്ടും ഒരു അപ്പനാകാൻ പോകുന്ന ആള് കൂടിയാണ്.
എന്റെ ഭാര്യ അന്നയും ഈ മോളെ പോലെ 3 മാസം ഗർഭിണിയായി. ഉദ്ദേശിച്ചല്ലോ എന്നെ. ബേബി ഷവർ Congratulations. நான் கூட ஷாக் ஆவேன்னு நினைச்சேன். Nine months लेवा. ரெண்டு பேரும். This is awkward. இதாண்டா ப்ரோ டாடி. புள்ளிய மாத்தி குடுத்துறாங்கன்னா. ஓ கேமியோ ஆயும். ആരായി ஐயோ நான் இவர் தான் ஒரு சைடு ப்ரோ ஒரு சைடு டேடி. ஆக ப்ரோ டாடி இது பக்கா கமர்ஷியலாக நல்லா ஃபன்னாக இருந்துச்சு படம். ஸ்டார்டிங் கொஞ்சம் அப்படியே ஸ்லோவாக தான் பிக்கப் ஆச்சு. பட் அந்த இவர் எப்போ கிளம்பி வந்தாரோ அதுக்கப்புறம் பிடிச்சது ஒரு கான்ஃப்ளிக்ட். அந்த கான்ஃப்ளிக்ட் பயங்கரமாக போச்சு. ஆனால் அதுவும் இல்லாமல் அது பிருத்திவிராஜ் வந்து சொல்லும் போது இங்கே ஒரு ட்விஸ்ட் வச்சாங்க ஒரு மோகன்லால். வீட்டில் பயங்கரமான ட்விஸ்ட். எப்போ நம்மளுக்கே ஷாக் ஆயிடுச்சு. நான் கூட ஏதோ ஒரு விஷயத்துல தெரிஞ்சுக்கிட்டாருன்னு நினச்சேன். பயமாக இருந்தது. கல்யாணி அவங்க அப்பா அவர் வந்து அவர் பாவமாக இருந்துச்சு. ஆனால் ஆமாயா ரொம்ப பாவம். அவர் ஒருத்தருக்கு மட்டும் தெரியாமல். அதுவும் நம்ம இந்த கிளைமேக்ஸில் அந்த ஒரு இவர் மோகன்லாலுக்கு பிருத்திவிராஜுக்கு ஒரு டைலாக் சீன் இருந்துச்சு. குழந்தைங்க பிறக்கிறது மட்டும் இல்லை பேரண்ட்ஸ் அந்த சீக்வன்ஸ் சூப்பராக இருந்துச்சு. அப்புறம் இந்த கிளைமேக்ஸ் அந்த கனெக்ட் வந்து அவர் ப்ராஜெக்ட் வந்து பிச் பண்ணான்னு பார்த்துக்கிறாரு. ஸோ அதுக்கு இவர் தான் இது பண்ணார். இவர் ப்ராஜெக்டும் பிச் பண்ண மாதிரி ஆச்சு, சுச்சுவேஷனும் எக்ஸ்பிளைன் பண்ண மாதிரி ஆச்சு. ஒரே கல்ல 2 மாங்காய் மாதிரி. அதனால பிரில்லியண்டாக ப்ரோ டாடி லாஸ்ட்டில் அவங்க 2 பேருமே ஆனாக்கு ஆக்வர்டு, ரொம்ப ஆக்வர்டு. அதெல்லாம் அதான் அதுதான் ஃபன். அதுதான் பண்ணிடுவீங்க. ஆனால் டிஃப்ரெண்ட் சின்ன வயசுலேருந்து என் பையன் கிட்ட வந்து ஒரு ஃப்ரெண்டாக தான் நான் போனேன். லாஸ்ட்லேயும் பாரு நம்ம பிருத்திவிராஜ் அண்ட் மோகன்லால் அவங்க காம்போவில் வந்து 2வது படம் பார்த்துருக்கோம். ஸோ இந்த வாரம் எங்களோட சஜஷன் வந்து லேட்டஸ்ட் மூவி தான். இதுவும் இது ரிலேட்டடாக தான் இருக்கும். பட் எப்படி அந்த அவங்க மீனாவோட ஊர்வசியா இல்லை இந்த கதையில் வந்து மீனா அவங்க வந்து ப்ரெக்னென்சி ஆவாங்க ஒரு ஏஜ் டைமில். ஸோ அது வந்து வெளில சொல்லாமல் வச்சுருப்பாங்கல்ல. அது ஏன் வெளில சொல்லாமல் இருக்காங்கன்னா எல்லாம் அது மாதிரி எதுனா பேசுவாங்க அப்படின்னு. ஓகே. ஸோ அந்த மித்தை பிரேக் பண்ணுற அந்த இப்போ மீனா மோகன்லால் எடுத்துக்கிட்டா அவங்களோட ஸ்டோரி மட்டும் தனியாக எடுத்து வச்ச மாதிரி இருக்கும். அந்த படம் தான் வந்து பார்த்தீங்கன்னா வீட்டில் விசேஷம். எஸ். ஸோ இந்த ஆர்ஜே பாலாஜி, சத்யராஜ், ஊர்வசி உங்களோட படம் சொன்னால் நல்ல ஒரு ஃபேமிலி என்டர்டெய்னராக இருக்கும். ஸோ இதுதான் எங்களோட சஜஷன். இந்த வீக்லேருந்து நாங்கள் இங்கே ட்ரையோ வந்துடும். ஆமாம், ரொம்ப ஸ்ட்ரெஸ் பண்ணிக்கிறீங்க அவ்வளோதான். ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு மூவி ரியாக்ஷன் பார்க்கலாம். அண்டில் வந்து சரி இட்ரி அண்ட் பரத் வருவான். சைனிங் ஆஃப். சப்ஸ்கிரைப்.